വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. പുനർജനി ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ യൂണിറ്റ് മെഡി ബ്യൂട്ടി ബേ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മെഡി ബ്യൂട്ടി ബേ എക്സ്ക്ലൂസീവ്ലി ഫോർ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും എന്ന് പറയുന്നത് ബ്യൂട്ടിക്ക് അപ്പുറത്തേക്കൊരു അതിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് വിവിധ തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് മെഡി ബ്യൂട്ടി ബേയിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ എപ്പിസോഡിലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്, എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നിങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, വിളിക്കാൻ കഴിയാത്തവർക്ക് ടെലിവിഷൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിനും ഇന്ന് ലൈവിൽ തന്നെ ഡോക്ടർ ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2 നമ്പേഴ്സ് ഉണ്ട് സ്ക്രീനിൽ. ഒന്ന് എക്സ്ക്ലൂസീവ്ലി ഫോർ കോളിംഗ് ആണ്, അത് ഫോൺ കോൾ ചെയ്യാൻ മാത്രം. രണ്ടാമത്തെ നമ്പർ വാട്സാപ്പിനുള്ളതാണ്, അത് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ മാത്രമുള്ളതാണ്. അതിലേക്ക് ദയവ് ചെയ്ത് വിളിക്കരുത്, കാരണം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് പോകാം, സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന വിഷയത്തിലേക്ക്. ഡോക്ടർ, ഈ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഓർഗനാണ് ശരീരത്തിൻ്റെ എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നത്. പക്ഷേ അതിനെ ഒരു ഓർഗൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് സ്കിന്നിനെ സാധാരണ ബാധിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആദ്യം ഫാക്ടേഴ്സ് അറിയാം, എന്തൊക്കെ കൊണ്ടായിരിക്കും. ഈ സ്കിൻ എന്ന് പറയുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയില്ല, അതുപോലെ ദ ന്യൂ സേയിങ് ഷുഡ് ബി മുഖം ഉള്ളിലുള്ള അവയവങ്ങളുടെ കണ്ണാടിയാണ്. സോ ദാറ്റ് ഈസ് സയൻറ്റിഫിക്കലി അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ സ്കിൻ നമ്മുടെ ഹോൾ ബോഡിയുടെ ഒരു കവറിങ് ആണ്. എത്രയോ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഏരിയ ഉണ്ട് സ്കിന്നിന് ബോഡിയിൽ. സോ അപ്പോൾ അതൊരു വലിയ ഓർഗനാണ്, വലിയ അവയവമായിട്ട് വിചാരിക്കുക. അപ്പോൾ എല്ലാ ഓർഗൻസിലും വരുന്ന എല്ലാ പ്രശ്നങ്ങളും സ്കിന്നിൽ വരും. പക്ഷേ ഈ അകത്തുള്ള എല്ലാ ഓർഗൻ്റെ പ്രശ്നങ്ങളും സ്കിന്നിൽ അറിയാൻ പറ്റും. നമ്മൾ ഒരാളുടെ സ്കിൻ കണ്ടാൽ അറിയാൻ പറ്റും അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ്, അവരുടെ ബേസിക് ആയിട്ടുള്ള ഏത് പൊല്യൂഷൻ എൻവയറമെൻറ്റിൽ അവരിയ്ക്കണേ, എത്ര അവർ സണ്ണിന് എക്സ്പോസ്ഡ് ആവുന്നു, ഇങ്ങനത്തെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് അവരുടെ സ്കിൻ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ചില ലേഡീസ് വരുമ്പോൾ ഞാൻ ഈ ടോപ്പ് ടു ടോ നോക്കും. സോ ഒരു ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ ഓവർ ദ ടൈം നമുക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് വരുമ്പോൾ ഈ കാലിലിങ്ങനെ നല്ലതായിട്ട് മുഖമൊക്കെ മേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്, ബട്ട് ദിൽ കാലിലിങ്ങനെ ക്രാക്സ് കാണും. സോ ബേസിക്കലി ദറ്റ് മേക്കപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ, ബട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നില്ല. അതാണ് ഈ കാലിലെ ക്രാക്സ്. അല്ലെങ്കിൽ സം അലർജി ഈസ് ഓൾറെഡി എഫക്റ്റിംഗ് ഹെർ. സോ അത് ആദ്യമേ മനസ്സിലാക്കുക. സോ ദിസ് ഷുഡ് ബി ഹെർ ബേസിക് പ്രോബ്ലം എന്നുള്ളത് കാര്യങ്ങൾ. സോ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്കിന്നിൻ്റെ ഓരോ കാര്യവും നമ്മൾ ഓരോരുത്തരും അവരവർ ബോധേഡ് ആയിരിക്കും. ഇപ്പം കാല് ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് നാച്ചുറലി ആരെങ്കിലും പറയുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത് അവർക്ക്. അങ്ങനെ. സോ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 2 ഏജ് ഗ്രൂപ്പിൽ, അതായത് ടീനേജ് ഗ്രൂപ്പിലും 40 കഴിഞ്ഞ ഏജ് ഗ്രൂപ്പിലും ഹോർമോൺസ് ഭയങ്കരമായിട്ട് മുകളിലും താഴെയും പോണ ഒരു ടൈമിംഗ് ആണ് ഈ 2 എക്സ്ട്രീംസ്. ടീനേജിലും ഒരു 18, 19, 20 വരെ, അതേപോലെ 40 to 40 തൊട്ട് 50, 55, മേ ബി 60 വരെ, ലൈക്ക് 55 വരെ, 40 to 55, ദറ്റ് ഈസ് എ ഹെവി പീരിയഡ് വരെ ഹോർമോൺസ് ഇങ്ങനെ ടോപ്പ് ബോട്ടം പോയിക്കൊണ്ടേയിരിക്കും, ഒരു നിലയ്ക്കും നിൽക്കത്തില്ല. സോ അതിൻ്റെ എല്ലാ പ്രോബ്ലമും കാണുന്നത് ഈ
സ്കിന്നിലാണ്. ഈ 2 ഏജിലും ഹോർമോൺ വിൽ ബി ദ പ്രോബ്ലം. പിന്നെ ഇൻ ബിറ്റ്വീൻ അതേ ഹോർമോൺ തന്നെ പ്രോബ്ലം ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു ഇത് വന്നിട്ട് ഗർഭിണികൾക്ക് പ്രഗ്നൻസിയുടെ മുമ്പേ, അതായത് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് പീരിയഡ് ടൈമിൽ പ്രഗ്നൻ്റായി ഡെലിവർ ചെയ്ത് കഴിയുമ്പോൾ, പ്രസവിച്ച് കഴിയുമ്പം ദെൻ ഈ കഴുത്തിലെ ഈ കറുപ്പ് മാർക്കുകൾ ഇതെല്ലാം അത് പ്രസവം കഴിക്കുമ്പോൾ പിന്നെ ദേ വിൽ ഫീൽ ഒരു നാച്ചുറൽ ഡിപ്രഷൻ വരും, ഞാൻ എന്നെ കെയർ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ വരുന്ന. ഹോമയെ നോക്കാൻ സമയമൊന്നും കിട്ടില്ല കുഞ്ഞിനെ നോക്കുമ്പോൾ. സോ ദെൻ യു വിൽ ഫീൽ ദാറ്റ് ആ ബ്ലാക്ക് ഇത് ഇങ്ങനെ പാച്ചസ് വരുന്നത്, കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര കറുപ്പ് വീഴുന്നത്, നാച്ചുറലി ഉറക്കം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ ദീസ് തിങ്സ് അതെല്ലാം ഏജ് ബേസ്ഡ് ഹോർമോൺ ഇതാണ്. ഇതല്ലാതെ നമ്മുടെ ഫുഡ് നമ്മുടെ സ്കിന്നിനെ ചീത്തയാക്കാൻ പറ്റും, മോശമാക്കാൻ പറ്റും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് വാട്ട് വി ടേക്ക്. ഫസ്റ്റ് ഫുഡ് മാത്രമല്ല, ഡ്രിങ്ക്സ്. സെക്കൻഡ് തിങ്, ഡ്രിങ്ക്സ് എന്ന് പറയുമ്പം ആൽക്കഹോൾ മാത്രമല്ല, ദറ്റ് പാക്കറ്റിൽ ടെട്രാ പാക്കിൽ ഒക്കെ വരുന്ന ഡ്രിങ്ക്, ഇത് ജ്യൂസ് അല്ല, ജ്യൂസിൻ്റെ അംശമേ ഉണ്ടാവില്ല, കൂടുതൽ യൂസ് ചെയ്താലേ അത് ചീത്താവാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഫ്രിഡ്ജിൽ നല്ലാതെ വെളിയിൽ വെച്ചിരിക്കുന്ന കടകളിൽ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇറ്റ്സ് വെരി ഒബ്വിയസ്. അതൊരു കാര്യം. സൺലൈറ്റ് അതെന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം ചൂട് പ്രദേശത്തുള്ളതുകൊണ്ട് വി ആർ വെരി നിയറർ ടു ദ ഇക്വേറ്റർ. എന്ന് വെച്ചാൽ സണ്ണിൻ്റെ നല്ല റേസ്. സോ UVA UVB എന്ന് 2 റേസ്, അത് സ്കിൻ ഡാമേജ് ഭയങ്കരമായിട്ടുണ്ടാക്കും. ഈ ചെറിയ ചെറിയ ഉണ്ണികൾ വരിക, വാട്ട്സ് വരിക, ബ്ലാക്ക് പാച്ചസ്, ഫുള്ളി ടാൻഡ് ആവുക. ഇപ്പോൾ എക്സ്പോസ്ഡ് ആവാത്ത ഈ ചെസ്റ്റിൻ്റെ പാർട്ടോ വയറിൻ്റെ പാർട്ടോ കണ്ട വേറൊരു കളറായിരിക്കും. ദാറ്റ് ഈസ് ദെയർ ഒറിജിനൽ കളർ. ബട്ട് ഈ ഇത്രയും ഫേസും കഴുത്തും ഇത്രയും കൈ അവർ ഇങ്ങനത്തെ ഷർട്ട്സാണ് ഇടണമെങ്കിൽ, ഇത്രയും മെയിൽസിൻ്റെ കാര്യമാണെങ്കിൽ ഷർട്ട്സാണ് ഇടണമെങ്കിൽ അത് കംപ്ലീറ്റ് ടാൻഡായിട്ട് കറുത്ത കളറായിരിക്കും. സോ ദാറ്റ് ഈസ് വളരെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ റാഷസ് വരാൻ തുടങ്ങുക, സ്കിന്നിൽ അലർജിയും ഇൻഫെക്ഷനും ചേർന്ന് വരും. പിമ്പിൾസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഹോർമോൺ, അലർജി, ഇൻഫെക്ഷൻ, ഫുഡ്, ഈ 4 ചേരുമ്പോഴാണ് പിമ്പിൾ വരുന്നത്. അപ്പോൾ ഈ 4നെയും ഒരു കറക്റ്റ് രീതിയിൽ കറക്റ്റ് ചെയ്ത് പോയാൽ പിമ്പിളിനെ ഒന്നോടെ വേണ്ട ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും, പിന്നെ അവരങ്ങ് പോവും, പിന്നെയും വീണ്ടും വരും, പിന്നെയും പോവും. സോ ദാറ്റ് ഇസ് ഇറ്റ്. പിന്നെ അകത്തുള്ള എന്തൊക്കെ ഡിസീസസ് അങ്ങനെയുള്ള. സോ ഇറ്റ്സ് ബേസിക്കലി ഹോർമോൺസ്, ഫുഡ്, സൺ ഡാമേജ്, പൊല്യൂഷൻ ആൻഡ് വാട്ട് യു ഡ്രിങ്ക് ആൻഡ് ഡോക്ടർ, ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള നിലയിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു 3-4 കാര്യങ്ങൾ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നതിൽ ഒന്ന്, ഏജ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഓരോ ഏജിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ്, ഇൻഫെക്ഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ, അലർജി, ഇതൊക്കെയാണ് മെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രശ്നക്കാരെന്നുള്ളത് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഡോക്ടർ ഓരോ ഏജിലും വരുന്ന ഹോർമോണൽ ചേഞ്ചസ് അത് എങ്ങനെയാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സ്കിന്നിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ടീനേജേഴ്സിന് കുറച്ച് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഈ ടീനേജേഴ്സിൻ്റെ ഇപ്പം ഫുഡിൻ്റെ കാര്യങ്ങളെടുത്ത ജങ്ക് ഫുഡ്. അതെ. സോ നാച്ചുറലി ചീസ് ഇതെല്ലാം ആർക്കായാലും ഫ്രം ഒരു ടീനേജ് തൊട്ട് ഒരു ലാസ്റ്റ് ഒരു 60s വരെ 70s വരെ യു വിൽ ബി ആക്റ്റീവ്. സോ അപ്പോൾ ആ ഒരു സമയത്ത് ഫാറ്റി ഫുഡ്, ഷുഗർ, ഓയിൽ, ഇത് 3 കാര്യങ്ങൾ മാത്രം മതി നമ്മളെ എല്ലാ പ്രശ്നത്തിലും കൊണ്ട് ചാടിക്കും. അതെ. ഷുഗർ, ഫാറ്റ് ആൻഡ് ദി അതർ വൺ ഓയിൽ, ദ ഓയിൽ വി യൂസ്. അപ്പോൾ ഇതെല്ലാം സ്കിന്നിനെ നാശമാക്കാൻ ഇത് മാത്രം മതി. ഷുഗർ ഈസ് വൺ തിങ് വിച്ച് ക്യാൻ വെരി ബാഡ്ലി ഡാമേജ്, വിച്ച് മീൻസ് വൈറ്റ് ഷുഗർ, പഞ്ചസാര എന്ന് പറയുന്ന സാധനം, വൈറ്റ് ഷുഗർ, അത് മാത്രമേ ഉള്ളൂ ഡാമേജ്. നമ്മൾ ഓൾട്ടർനേറ്റീവ് ഷുഗേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറയുന്നത്. ജാഗറി യൂസ് ചെയ്യാം. ജാഗറി ഈസ് ഓക്കെ, ബട്ട് എല്ലാത്തിലും ജാഗറി യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഗിവ് ഓൾട്ടർനേറ്റീവ് ഷുഗേഴ്സ് ലൈക്ക് ഷുഗർ ഫ്രീ, മറ്റേ സ്റ്റീവിയ എന്ന് പറയുന്ന ഷുഗർ ഫ്രീസ് ഉണ്ടാവില്ല, അതായത് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്, അതൊക്കെ ഒരു ബ്രാൻഡാണ്. സ്റ്റീവിയ തന്നെ ഒരു തുളസിയുടെ ഒരു ഇലയിൽ നിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തുളസിയാണ്. സോ യു നോ ഹൗ ഗുഡ് തുളസി ഈസ്. തുളസി ഈസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ഫോർ ദ ലിവർ, എല്ലാത്തിനും നല്ലതാണ്. സോ അതേ ഗുണങ്ങളുള്ള
ഒരു ഇലയ്ക്ക് മധുരമുള്ള ഒരു ചെടിയാണ്. സോ ഇറ്റ്സ് കോൾഡ് സ്റ്റീവിയ ബേസിക്കലി, അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. സോ അപ്പോൾ അത് ഇപ്പോൾ വേൾഡ് വൈഡ് ഫേമസ് ആണ്. പക്ഷേ കൂടുതൽ ഗ്രോ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. നല്ല വെയിലുള്ള സ്ഥലത്തേ തുളസി വളരുള്ളൂ. ഇഫ് യു വുഡ് ഹാവ് സീൻ, എല്ലാവരും അതന്നെ വീട്ടിൻ്റെ വെളിയിൽ തുളസി വെക്കണം, വെയിൽ കിട്ടണം, അതേപോലെ വെള്ളവും കിട്ടണം. സോ വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് സപ്ലൈ ഓഫ് സ്റ്റീവിയ. അപ്പോൾ ഇതിനെ വന്നിട്ട് ധൈര്യമായിട്ട് കഴിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് തുളസീസ് ലീവ്സ്. അതിൻ്റെ കൂടെ കുറേ ഗുണങ്ങളും കിട്ടുക. അപ്പോൾ അതിന് നല്ല മധുരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല ഡിഫറെൻറ്റ് രീതിയിൽ വരുന്നുണ്ട്. പൗഡറായിട്ട് വരുന്നുണ്ട്, ചെറിയ പെല്ലറ്റ്സ് എന്ന് പറയും. പെല്ലറ്റ്സ് ഗുളികൾ പോലെ ഇരിക്കണേ, ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് പോകാൻ ഈസിയാണ്. ആൻഡ് ഇതായിട്ട് തുള്ളി പോലെയും വരുന്നുണ്ട്. സോ ഈസിലി കലങ്ങാൻ എളുപ്പത്തിന്. സോ പൗഡേഴ്സ് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ പായസം കുടിക്കാം. മധുരം എന്നുള്ളത് ജീവിതത്തിൽ നിന്ന് മാറ്റി, ഷുഗർ ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും ഇത് എങ്ങനെ ഞാൻ ഇത് ജീവിക്കുന്നു. ജീവിക്കണ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മധുരം ഇഷ്ടമുള്ള ഒരാൾ വിചാരിക്കും. സോ യൂസ് ഓൾട്ടർനേറ്റീവ് ഷുഗേഴ്സ് ലൈക്ക് ഷുഗർ ഫ്രീ വിച്ച് വിൽ ഗിവ്. അത് ഭയങ്കര മധുരം, സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു 1/4 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മധുരമാണത്. മറ്റേ പഞ്ചസാരയേക്കാളും ഭയങ്കര മധുരം. സോ ദാറ്റ് വിൽ ഗിവ് യു ഒരു വ്യത്യാസം. അതിൽ ആഫ്റ്റർ ടേസ്റ്റ്, അതായത് ഈ ഷുഗർ ഫ്രീ എന്നുള്ള ബ്രാൻഡ് ഇസ് ഓക്കെ. അപ്പോഴും നമുക്ക് ഷുഗറിന് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഓയിലിന് ഒരു ഓൾട്ടർനേറ്റീവ്, ഓയിലിന് യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് എന്തെന്ന് വെച്ചാൽ ഗീ ഉപയോഗിക്കാം. ഗീ ഈസ് വെരി ഗുഡ് ഫോർ യുവർ ബോഡി, സ്കിൻ ആൻഡ് ഉള്ളിലുള്ള ബോഡി പാർട്സിന്. 2 സ്പൂൺ ഗീ ഡെയിലി, ദേശി ഗീ, വീട്ടിലുണ്ടാക്കിയ ഗീ, വേറെ ഒന്നും. 2 സ്പൂൺ ഗീ കഴിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കണ, ഡോണ്ട് യൂസ് ഓയിൽ ഇൻ ഇറ്റ്. ഒരു 2 സ്പൂൺസ് ഓഫ് ഗീ വെരി ഗുഡ്. ഡോക്ടർ, ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യണം. നമുക്കൊരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് ആണ്. സംസാരിക്കാം ഡോക്ടറിനോട്. മെഡിക്കൽ റെപ്പാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ബൈക്കിലായി. ഞാൻ വിളിച്ചത്, എനിക്ക് സ്കിൻ ടാൻ വരുന്നുണ്ട് ഈ വെയിൽ കൊള്ളുമ്പോൾ, മുഖത്തും കയ്യിലൊക്കെ. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്നുണ്ട്, സൺക്രീം ഉപയോഗിക്കുന്നുണ്ട്. സൺസ്ക്രീൻ? അതെ അതെ. പക്ഷെ സൺസ്ക്രീൻ ഉപയോഗിച്ചാലും കുറച്ച് രാവിലെ ഇടുമ്പോൾ പ്രശ്നമില്ല, ഒരു ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് നല്ലോണം വരുന്നുണ്ട് മുഖത്തും കയ്യിലും ഒക്കെ. ഹെൽമെറ്റ് വെക്കുന്നുണ്ടല്ലോ അല്ലേ? അവരും ഈ സൺ പ്രൊട്ടക്ഷൻ ഇടാൻ പറഞ്ഞു, പക്ഷെ അതിട്ടിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഹെൽമെറ്റ്സ് വേറെ ചെയ്യുന്നുണ്ടോ? ഹെൽമെറ്റ് വേറെ ആയിട്ടാണ് ടൂ വീലർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു. പക്ഷെ ഹെൽമെറ്റ് വെച്ചാൽ കയ്യിലും മുഖത്തും വരുന്നുണ്ട്. സോ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഷെയ്ഡിൽ നിന്നുള്ള മറ്റേ വെയിലടിച്ചാൽ പോലും വരുന്നുണ്ട് മുഖത്ത്. ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് കംപ്ലീറ്റ്ലി ടാൻ മാറ്റാൻ പറ്റും. ഡോണ്ട് വറി. ഒരുപാട് പേഷ്യൻസ് ലൈക്ക് മെൻ വരുന്നുണ്ട്. ബിക്കോസ് അവർ വെളിയിൽ ട്രാവൽ ചെയ്യണവർക്ക് എല്ലാവർക്കും ഈ കൈയിൻ്റെ ഇത്രയും ഭാഗം, ഒരു താഴത്തെ ഭാഗം അല്ലേ, ഈ ഹാഫ് ഷർട്ട് ഇടുമ്പം പിന്നെ ഹാഫ് സ്ലീവ് ഇടുമ്പോഴും പിന്നെ മിക്കവാറും ഈ പാർട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും മുഖവും കഴുത്തുമാണ് നിങ്ങൾക്ക് കളറ്. അപ്പോൾ യഥാർത്ഥ കളർ അറിയണമെങ്കിൽ ചെസ്റ്റ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് യുവർ ഒറിജിനൽ കളർ. ആ കളറിലേക്ക് ഈ മുഖത്തിനെ കൊണ്ടുവരാൻ പറ്റും. മേ ബി കൂടുതൽ ഗ്ലോയോടുകൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ദർ ആർ ലോട്ട് ഓഫ് പേഷ്യൻസ് മെൻ ആർ കമ്മിങ്. അപ്പോൾ നമ്മളത് ശരിയാക്കി കൊടുക്കാം. കാര്യം വെച്ചാൽ ഇതിപ്പം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ജോബ്. സോ വി വിൽ ഹാവ് ടു ഹെൽപ്പ് യു ഔട്ട് ടു ഗെറ്റ് ദ ടാൻ ഔട്ട് ഓഫ് യു. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ടാനിനെ എടുത്ത് മാറ്റാൻ വി ക്യാൻ യൂസ് സ്കിൻ വൈറ്റനിങ്. അതെല്ലാം എന്തോ ഒരു മരുന്നാണ് തരാൻ പോണു. നോ, ഇറ്റ് ഈസ് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ. മെലനിൻ എന്നൊരു സാധനം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുണ്ട്. അതും സൺലൈറ്റും ചേരുമ്പോൾ നമുക്ക് നല്ല ഈ ടാനും കറുപ്പും കിട്ടും. അപ്പോൾ ഈ മെലനിനെ കുറച്ച് നിർത്താൻ വേണ്ടി വി ആർ യൂസിങ് അനദർ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനില്ല, 4-5 പ്രോട്ടീൻസ്. സോ ഇതാണ് ആക്ച്വലി സ്കിൻ വൈറ്റനിങ്ങിൽ വരുന്നത്. സോ ടാൻ വന്നിട്ട് അങ്ങനെ അങ്ങ് അത് ഒരു സിറ്റിംഗ് അല്ല, ഒരു 3-4 സിറ്റിംഗ് കൊണ്ട് പതുക്കെ കുറഞ്ഞോളും. പിന്നെ ലേസർ ഒരു 1-2 സിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് വന്ന് മെയിൻ്റനൻസ് ചെയ്തോളണം. പിന്നെ മാക്സിമം സൂര്യ വെളിച്ചം കുറയ്ക്കാനായിട്ട് നല്ല സൺസ്ക്രീന്, മെഡിക്കൽ സൺസ്ക്രീൻസ് തരാം. ഈ ഫാൻസി എന്നൊക്കെ വാങ്ങിക്കുന്നതിൽ അതിലും കാണും കുറേ കെമിക്കൽസ് ആൻഡ് പ്രിസർവേറ്റീവ്സ്. സോ മെഡിക്കലായിട്ടുള്ള സംഭവങ്ങൾ വി വിൽ ഗിവ് യു. സോ മെഡിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്കിന്നിനുള്ള പ്രോബ്ലത്തിനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഭംഗിപ്പെടുത്തുന്നല്ല. റിയലി ആ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. പിന്നെ യു ക്യാൻ വെയർ എ മാസ്ക് ഇഫ് യു വോണ്ട്. സോ ഇത്രയും ഫേസ് വിൽ ബി കവേർഡ്. ആൻഡ് ഹെൽമെറ്റ്,
പിന്നെ വെളിയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഈ ഹാൻഡ്സിൽ മാത്രം പ്രൊട്ടക്ടേഴ്സ് ഇടാൻ, അതും വാങ്ങിച്ചിടൂ സോ ദാറ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഓഫ് വെൻ യു ഗോ ഇൻസൈഡ്. അത് 1-2 വാങ്ങിച്ചാൽ ഇത് വാഷ് ആൻഡ് യൂസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദം ആർ യൂസിങ് ഇറ്റ് നൗ വെൻ ട്രാവലിംഗ്. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഡ്രസ്സിങ്ങിൽ. സോ യു വെയർ ദാറ്റ് ഹാൻഡ് പ്രൊട്ടക്ടർ. അത് വേറെ ഇതുവരെ നിൽക്കുള്ളൂ, ഇതൊട്ട് ഇതുവരെ. സോ അത്രയും നിങ്ങളുടെ ഈ ഒരു ബിക്കോസ് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ഇട്ടാൽ മതി, പിന്നെ ഉടനെ ടേക്ക് ഇറ്റ് ഓഫ്, പിന്നെ തിരിച്ച് വെയിലോട്ട് വന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇട്ടാൽ മതി. സോ ദീസ് ആർ ഓൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. പിന്നെ വെളിയിൽ നടന്നു പോകുമ്പോൾ കുടയും കൂടെ പിടിച്ചാൽ മതി, യു വിൽ ഹാവ് എ ബെറ്റർ തിങ്. ഓക്കെ, ബട്ട് ടാൻ മാറ്റി പഴയ പോലെ ആക്കിത്തരാം. പിന്നെ സണ്ണിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് വന്നിട്ട് ഡെയിലി യൂസേജിൽ തന്നെ ആ ടാനിനെ കുറച്ച് വരാം. അതിന് വേണ്ടി ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ എടുക്കുന്ന ഡ്രിപ്സ് എടുക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ടാബ്ലറ്റും ഉണ്ട്. ദറ്റ് ഓൾസോ വിൽ ബി ഗിവിങ് ഫോർ മെയിൻ്റനൻസ്. സോ ഒരിക്കലും ആദ്യം ചെയ്തത് ഇങ്ങനെ കുറഞ്ഞു പോവാതിരിക്കാൻ വി വിൽ ഗിവ് യു ഓൾ ദ മെഷേഴ്സ്. ഡയറ്ററി മെഷേഴ്സും തരാം, ഡയറ്ററി അഡ്വൈസസും തരാം. സോ ഒത്തിരി പേര് വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ടാൻ വന്നിട്ട്. അപ്പം നല്ല വ്യത്യാസം. ഈവൻ ഫീമെയിൽസ് ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർ അവരൊക്കെ വരണം. മെയിൽസ് കൂടുതൽ ട്രാവലിംഗ് കൂടുതലായിരിക്കും. സോ യു കം. എവിടുന്ന വിളിക്കണമെന്ന് അറിയില്ല, ബട്ട് ഐ എം ഇൻ ട്രിവാൻഡ്രം, പേട്ട പേട്ട അക്ഷരവിദ്യ റോഡിലാണ് പുനർജനി ഹോസ്പിറ്റൽ. വന്നോളൂ. ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ അപ്പോയിൻമെൻറ്റ് വിളിച്ചെടുത്തിട്ട് വന്നാൽ മതി. ആദ്യം ലേസറും പിന്നെ നമുക്ക് ആ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റും പിന്നെ എന്ത് ന്യൂട്രീഷൻ കഴിക്കണം എന്നുള്ളത് അത് എല്ലാം കൂടെ ചേർന്ന് വേണമല്ലോ. അത് പിന്നെ ഈവനിങ്ങിൽ ഇടാൻ ക്രീംസും കൂടെ തരാം. സോ യു ബി വെരി കോൺഫിഡൻറ്റ് യു വിൽ ഗെറ്റ് യുവർ സ്കിൻ ബാക്ക്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. ഫീൽ ദ മൊമെൻറ്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ സ്വീറ്റിയാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിലുള്ള പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. കൂടാതെ പുനർജനിയുടെ തന്നെ ഒരു പുതിയ യൂണിറ്റ് മെഡി ബ്യൂട്ടി ബേ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായി തന്നെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ കൃത്യമായ സ്കിൻ ആൻഡ് കോസ്മെറ്റിക് കെയർ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ഫീൽ ദ മൊമെൻറ്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി വൺസ് അഗൈൻ. സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നമ്മുടേതൊരു 1 hour ഡ്യൂറേഷനുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നിങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. വാട്സാപ്പിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ മെസ്സേജായും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ലൈവിൽ തന്നെ ഡോക്ടർ അതിനുള്ള ആൻസേഴ്സ് തരുന്നതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഡോക്ടർ, നമ്മൾ ബേസിക്കലി പറയാറുണ്ട് യു ആർ വാട്ട് യു ഈറ്റ്, യു ആർ വാട്ട് യു തിങ്ക് എന്ന് പറയാറുണ്ടല്ലേ? വെരി വെരി കറക്റ്റ്. അതെ. അപ്പം ഡോക്ടർ ഇപ്പം ഒന്ന് പറഞ്ഞു, നമുക്കിപ്പോൾ ഷുഗർ കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഷുഗർ കഴിക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ, അതായത് ജീവിതത്തിൽ നിന്ന് ഒരു നല്ല കാര്യം എന്ന് നമുക്ക് തോന്നുന്നത് ഒന്നും മാറ്റി വെക്കണ്ട, ഒഴിവാക്കണ്ട. മൈ ഐഡിയ ഈസ് അതെല്ലാം ജീവിതമെല്ലാം മുഴുവനും ചെയ്യാൻ പറ്റില്ല. കീറ്റോ ഡയറ്റിലിരിക്കും, ആ ഡയറ്റിലിരിക്കും, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഐ റിയലി ഫീൽ, എനിക്ക് തമാശ തോന്നുന്നു, ഹൗ ലോങ് വിൽ ദേ ഡു? കുറച്ച് ദിവസത്തേക്ക് ചെയ്യും, എത്ര ആ ഒരു ആവേശം കഴിയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തൊരു 8 കിലോ ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, പിന്നെ പഴയ ആള് വീണ്ടും പഴയതുപോലെ കഴിക്കാൻ തുടങ്ങും. കീറ്റോ ഡയറ്റ്, രാവിലെ എണീറ്റ് സോസേജ്, നമ്മൾ ഇന്ത്യക്കാർക്ക് പറ്റിയ കാര്യമാണ്. രാവിലെ എണീറ്റ് ഇഡ്ഡലി ദോശയോ അല്ലെങ്കിൽ നോർത്തിലാണെങ്കിൽ പറാത്ത കിറത്ത വല്ലതും കഴിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ നോൺ വെജ്, അതും സ്റ്റഫ് മീറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ യു തിങ്ക് നമ്മൾ ജനിച്ച ഒരു സ്ഥലമുണ്ട്. വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ്. ഐ എം വെരി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ. സോ എൻ്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് എൻ്റെ നാടിനനുസരിച്ചിരിക്കും. ഓക്കെ, അല്ലാതെ ഞാൻ വൈ ഷുഡ് ഐ ഫോളോ USA-കാരുടെ ഫുഡ്? ദാറ്റ് ഈസ് വാട്ട് കോട്ട് കീറ്റോ ഡയറ്റ്. അവരുടെ ബോഡിക്ക് അത് ഓക്കെ. നമ്മൾ ഏഷ്യൻസിന് ഹൗ ക്യാൻ ഇറ്റ് ബി ഓക്കെ? എസ്പെഷ്യലി നമ്മൾ സബ് കോണ്ടിനെൻ്റ് ഇത്രയും വെയിലിൻ്റെ ഇടയിലിരിക്കണം. നമ്മൾ ഇത്രയും ഹെവി ഫാറ്റൊക്കെ കഴിച്ചാൽ നമുക്ക് വന്നിട്ട് ദേഹത്തിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ ഓൾ ദ അതർ തിങ്സ് വിൽ ഹാപ്പൻ. ദേഹത്തിന് ഹീറ്റ് ചെയ്യുന്തോറും യു നോ ഹൗ ബാഡ് ഇറ്റ് ഈസ്. അതായത് എല്ലാ ഓർഗൻസിനും കൂളിംഗ് ഇഫക്റ്റ് വേണം. ദാറ്റ് വിൽ നോട്ട് കം. ഈ വെള്ളം കുടിക്കുന്ന പറയുന്നത് എന്തിനാണ്? എല്ലാ ഓർഗൻസിനും വെള്ളം വേണം, കൂൾഡ് ആവണം അവർ. അപ്പോഴാണ് നമ്മൾ ഈ ഉള്ള ഫാറ്റ് മുഴുവൻ കഴിക്കുന്ന ഫാറ്റ് വന്നിട്ട് ബേൺ ചെയ്യുന്തോറും ഇറ്റ് കോസസ് ഹീറ്റ് ഇൻസൈഡ് യുവർ ബോഡി. അത് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഒരു സൈഡിൽ. സ്കിന്നിലുണ്ടാക്കുന്നത്
ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഷുഗറിന് ഓൾട്ടർനേറ്റ് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് വെരി സേഫ്. ഇലയിൽ നിന്ന് എടുക്കുന്നതാണ് യൂസ് സ്റ്റീവിയ. ദറ്റ് മീൻ അത് പൊടിയായിട്ട് അത് പായസം കഴിച്ചോ, പായസം കഴിക്കാം. ഈവൻ ഫോർ ഡയബറ്റിക്സ് ഐ എം സെയിങ് പായസം കഴിക്കേണ്ടെന്നില്ല. യു ഡോണ്ട് ടേക്ക് ദറ്റ് സ്വീറ്റ്നെസ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. സ്വീറ്റ്നെസ് ഇസ് നീഡഡ്, എന്നാലേ നല്ല വാക്കുകളും വെളിയിൽ വരുള്ളൂ. സോ ബി സ്വീറ്റ്. അതുകൊണ്ട് യൂസ് ഓൾട്ടർനേറ്റീവ് ഷുഗർ. അതിൽ സേഫസ്റ്റ് ഐ വിൽ ടെൽ യു സ്റ്റീവിയ. ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ ദേ ആർ യൂസിങ് സ്റ്റീവിയ. നമ്മുടെ ഇതിൽ വരുന്നുണ്ട് മറ്റേ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ്. ചില കമ്പനീസിലാണ് ദേ ഹാവ് ഗിവൺ ഷുഗർ ഫ്രീ ഐസ്ക്രീംസ്. ബട്ട് അതിൽ കഴിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, തടി കുറയാനാണെങ്കിൽ അത് നടക്കത്തില്ല, ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ ഫാറ്റ്, ഹെവി ഫാറ്റാണ്. പക്ഷേ ഷുഗർ കുറയുന്നതുകൊണ്ട് മാത്രമല്ല ക്രീം വരുമ്പോഴത്തേക്ക്. സോ ഇൻസ്റ്റഡ് യു ക്യാൻ, ഞാൻ പറഞ്ഞ ഈ ഐസ്ക്രീംസ് അവോയ്ഡ് ചെയ്യണമെന്ന് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്കിൻ നന്നാക്കാനോ നോക്കുന്നവർ യു ക്യാൻ ട്രൈ യോഗേർട്ട് ട്രൈ ചെയ്യാം. മറ്റേ ഫ്ലേവേർഡ് യോഗേർട്ട്സ് വളരെ നല്ലതാണ് ബോഡിക്ക് ഇഫ് യു ലൈക്ക് ഇറ്റ്. സ്ട്രോബെറി, ബ്ലൂബെറി, മാംഗോ, അൽഫോൺസ്, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് മാംഗോ ടേസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. പൈനാപ്പിൾ. സോ വിച്ച് എവർ യു ലൈക്ക്. ഐസ്ക്രീം തന്നെ വേണമെന്നില്ല, അതുപോലത്തെ പലതും ഉണ്ടാക്കാം. പുഡിങ്സ് വിച്ച് യു ക്യാൻ. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഐ ഓൾവേസ് ഗിവ് എ ന്യൂട്രീഷണൽ അഡ്വൈസ്. ഒരു മനുഷ്യനെ എല്ലാ കാലത്തും വെൻ യു ടേക്ക് സംതിങ്, ദാറ്റ്സ് എ പോയിന്റ് വിച്ച് വി ഓൾവേസ് ഹാവ് ടു ഫോളോ ഇൻ ലൈഫ്. ഒരു കാര്യം എടുത്താൽ അത് അതിൻ്റെ ലാസ്റ്റ് വരെ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ക്ഷമ മാത്രമല്ല, അങ്ങനത്തെ കാര്യങ്ങളെ എടുക്കാവുള്ളൂ ലൈഫിൽ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഉള്ള ചാലഞ്ചസ് ടേക്ക് ഇൻ ലൈഫ്. അതുമാത്രമല്ല, നമ്മൾ ഒരാൾക്ക് അഡ്വൈസ് പറഞ്ഞു മനസ്സിലാക്കണം, അവരൊരു മനുഷ്യജീവിയാണ്. പല സംഭവം കാണുമ്പം ടെംപ്റ്റേഷൻ ഇരിക്കും. ഈ പറഞ്ഞ പോലെ നിരാഹാരം കിടക്കണവൻ്റെ മുമ്പ് ഇരുന്ന് മറ്റേ ദോശയും വടയും തിന്നുകൊണ്ടിരുന്ന വാട്ട് ഹീ വിൽ ഫീൽ ലൈക്ക് ദാറ്റ്. ഇയാളെടുത്ത് ഒന്നും കഴിക്കാതെ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടുകാരെല്ലാം നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഹീ വോണ്ട് ഹാവ് ഷുഗർ. ഓയിലുള്ളത് പുള്ളി കഴിക്കാൻ പറ്റത്തില്ല, ഇത് കഴിക്കാൻ പറ്റത്തില്ല. എന്താണ് മറ്റേ നല്ല വറുത്തത് പൊരിച്ചത് ഈ സംഭവങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഐസ്ക്രീം ഒരുത്തന്നിരുന്ന് കഴിക്കുന്നു വീട്ടിൻ്റെ അടുത്ത്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് കണ്ടിന് നമ്മളെ വീട്ടുകാർ വെറുതായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കരുത്. നമ്മളടുത്ത് ഇതെല്ലാം കഴിക്കാതെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ത് ജീവിതം ഇതെന്നായിപ്പോവും. So right alternative കണ്ടുപിടിക്കുക എന്നുള്ളതാണ് important. I'll tell you only practical things which you can follow all your life. ഇപ്പോൾ ഈ ഷുഗർ ഓട്ടോമാറ്റിക്കലി ഈ നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ഷുഗറിൽ മാറുമ്പം പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റേ പിടിക്കുള്ളൂ. നമുക്ക് മറ്റേ പഞ്ചസാര ഇട്ടാൽ പിന്നെ പിടിക്കാത്തൊരു സ്ഥിതി. സോ നോർമലി വിൽ ഗെറ്റ് യൂസ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് ആ ഒരു മധുരത്തിലോട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ. അതുപോലെ ഓയിലിന് പകരം ഇപ്പം ഞാൻ പറഞ്ഞ ഉപ്പുമാവ് ഇടുന്നു, ചപ്പാത്തി ഇടുന്നു, മറ്റേ സാധാരണയായിട്ട് മറ്റേ ഒന്നും എണ്ണയെ ഇടാതെ വെറുതെ ചപ്പാത്തി ഉണ്ടാക്കുക. ആൻഡ് ദെൻ അതിൻ്റെ പുറത്ത് ഒരു ഗീ എന്ന് പറയുമ്പോൾ അളന്നേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഗീ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റും മാറും, നന്നായിരിക്കും. ആക്ച്വലി മോർ ദൻ ഓയിൽ യൂസ് ഗീ ദ ടേസ്റ്റ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. സോ പുട്ട് 1/2 സ്പൂൺ ഓഫ് ഗീ ഇൻ ടു ഇറ്റ്, ദ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ചേഞ്ചസ്. എസ്പെഷ്യലി ദേശി ഗീ, കൗസ് ഗീ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ടേസ്റ്റ്. സോ നമുക്കൊരു നല്ലൊരു ഫീൽ ഉണ്ടാവും, എണ്ണ കഴിക്കണതിൻ്റെ ഉള്ള വണ്ണവും കൂടില്ല. അതേപോലെ അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാം വെർജിൻ ആയിട്ടുള്ള ഈ കൊളസ്ട്രോളൊക്കെ മാറ്റിയ കോക്കനട്ട് ഓയിൽ ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. സ്കിന്നിൽ പുരട്ടിയാൽ കോക്കനട്ട് ഓയിൽ, അന്നത്തെ കാലത്തെ റാണിമാരൊക്കെ ഈ കോക്കനട്ട് ഓയിൽ പുരട്ടിയിട്ടാണ് ഇത്ര ഗുഡ് ലുക്കിംഗ് ആൻഡ് സ്കിന്നൊക്കെ കണ്ടില്ല ഗ്ലോ ചെയ്യണതായിട്ടൊക്കെ നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണും. സോ ഇറ്റ് ഈസ് ലൈക്ക് ഓൾ വെയർ യൂസിങ് കോക്കനട്ട് ഓയിൽ ഫോർ ദ സ്കിൻ. ഒരു രീതിയിൽ നല്ലതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് പേര് കാർഡിയോളജിസ്റ്റ് പറയുന്ന അനുസരിച്ച് വെർജിൻ ഒലീവ് ഓയിൽ ഈസ് വെരി ഗുഡ് ഫോർ കാർഡിയാക് ഹെൽത്ത്. സ്കിന്നിന്റെ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല, പക്ഷേ യൂഷ്വലി നമ്മൾ ഡ്രസ്സിങ്ങിന് സാലഡിന് യൂസ് ചെയ്യും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? താങ്ക് യു. ഞാൻ രേവതിയാണ് സംസാരിക്കുന്നത്. എവിടുന്ന് വിളിക്കുന്നു രേവതി? ഞാൻ കായംകുളത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, ചോദിച്ചോ. കാണുന്നുണ്ടായിരുന്നു, ലൈവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഇത് കണ്ടപ്പോഴത്തേനും എനിക്കൊന്ന് ഡോക്ടറിനോട് സംസാരിക്കണം എന്ന് തോന്നി, ഞാനതാണ് വിളിച്ചത്. ഓക്കെ, എനിക്കിപ്പോ 24 ആയി, ഏജ് 24 ഉണ്ട്. എനിക്കൊരു 16 വയസ്സൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് വന്നു തുടങ്ങി. അതെ, പിമ്പിൾസ് ഇങ്ങനെ നിറയെ വന്നു തുടങ്ങി, ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഹോർമോൺ ചെക്കൊക്കെ ചെയ്തപ്പോഴത്തേനും എനിക്ക് PCOD ചെറിയൊരു പ്രോബ്ലം ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അന്നേരം ഞാൻ ടാബ്ലറ്റ് എടുത്തിരുന്നു. പിന്നെ തൈറോയിഡിന്റെ തൈറോനോ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവലി അതങ്ങ് സ്റ്റോപ്പായി. എൻ്റെ ഈ മുഖത്തുള്ള ഈ ഇതൊക്കെ പോയി, പിമ്പിൾസ് ഒക്കെ പോയി. അപ്പൊ ഈ മാർക്സ് നല്ല രീതിക്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്കാർസ് ഉണ്ട്, അതുപോലെ ഒരു കുഴികളാണ്. ഞാനിത് മാറാൻ വേണ്ടിയിട്ട് കുറേ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഏജ് 24 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മുഖത്ത് ചെറിയ ചെറിയ കറുത്ത പാടുകൾ അതിരുന്നങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി. മുഖം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു 35 വയസ്സിന് മേളിൽ ഏജ് തോന്നിക്കുന്ന രീതിയിൽ എന്റെ സ്കിൻസ് ഒക്കെ അങ്ങനെ സാഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനത് വീണ്ടും ഈ പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുമ്പോൾ അവര് വീണ്ടും എനിക്ക് മെഡിസിൻസ് ഇതുപോലെയൊക്കെയാണ് തരുന്നത്. ഞാനൊരു അൺമാരീഡ് ആണ്. അപ്പൊ എനിക്കിങ്ങനെ ഈ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഭാവിയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഈ ഫേസ് എനിക്കതൊന്നും ക്ലിയർ ആകുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ എനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു ഡെഫിനറ്റ്ലി ഇപ്പം ഹാം ചെയ്യണം എന്ന് നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല, നമ്മളെ പേഷ്യൻസിനോട് ഒന്നുമില്ല. അപ്പോൾ ഹാം അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അത്, ഇറ്റ് ഈസ് ഇൻഫെക്ഷൻ, അലർജി ആൻഡ് ഹോർമോണൽ ചേഞ്ച്. PCOD ട്രീറ്റ്മെൻറ്റ് എടുത്തോ? അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇഫ് യു കം ടു മീ, എവിടെയോ ഇരിക്കണമെന്ന് വിളിക്കണമെന്ന് എനിക്ക് കായംകുളം, യു ക്യാൻ കം ടു മീ. ആ ഏരിയയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. സോ പ്ലീസ് കം, ഐ ഗിവ് യു. ഈ ഒരു സ്കിന്നിന് ഒരു ഗുളിക ഉപയോഗിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഇത് മാറാൻ പോണില്ല. ഇറ്റ് ഈസ് എ റെഗുലർ പ്രോസസ് ഓഫ് 2 to 3 months പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ, എനിക്ക് എത്രയോ പേഷ്യൻസ് ഉണ്ട് അവർക്ക് തന്നെ വിശ്വസിക്കില്ല, ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ട്. അതിന് പക്ഷേ ഞാൻ തരുന്ന ഈ എടുക്കുന്ന മെഡിസിൻസോ ലേസറോ അല്ലെങ്കിൽ ഇതോ മാത്രം പോരാ. യുവർ ഫുഡിന് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുതരും. പിന്നെ ഹോർമോൺ ചേഞ്ച് PCOD ആണെങ്കിൽ അതിനൊരു ഗുളിക തരും. PCODയും കൂടെ അതിൻ്റെ കൂടെ കറക്റ്റ് ആയിക്കോട്ടെ. സോ യുവർ സ്കിൻ വിൽ ഓട്ടോമാറ്റിക്കലി ഗ്ലോ. മനസ്സിലായില്ലേ? ഇപ്പം ബാക്കി വന്നിരിക്കുന്ന ഇത്രയും ഡാമേജ് ആ പിമ്പിൾസിൻ്റെ ഡാമേജാണ്. സോ ആ ഡാമേജിനെ മാറ്റാനായിട്ട് നമുക്ക് ലേസേഴ്സ് വെരി വെരി സേഫ്. ലേസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തെ പോലും തൊടാത്തതാണ്. ഇറ്റ്സ് കോൾഡ് എ ലൈറ്റ് സോഴ്സ്. ഇപ്പം സ്കാൻ എങ്ങനെ സൗണ്ട് സോഴ്സ് അതുപോലെ ഉള്ള ഒരു പ്രോബേ ഉള്ളൂ. ലേസർ എന്ന് പറഞ്ഞാൽ എന്തൊരു വൻ സംഭവം, നമ്മുടെ ദേഹത്ത് പോലും തൊടത്തില്ലത്. സോ അങ്ങനെയാണ്. പിന്നെ ദെൻ വി ക്യാൻ ഗിവ് ആ ഇൻഫെക്ഷനെ മാറ്റാനുള്ള ചെറിയ ഡ്രിപ്പൊക്കെ കാണാം. അപ്പോൾ ഇൻഫെക്ഷൻ മാറി മാറി വരും, അലർജിയും കുറഞ്ഞോളും. പിന്നെ ഈ ബ്ലാക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഡോണ്ട് വറി അറ്റ് ഓൾ. 25-35 പഴയ 15 ആക്കാൻ പറ്റും. ഓൺലി ഇഫ് യു വിൽ ഫോളോ പ്രോപ്പർലി ദ ഫുഡ്. ഞാൻ പറയണത് കുറച്ച് അതേപോലെ ഫോളോ ചെയ്യണം. എല്ലാ മരുന്നും കൊണ്ട് നടക്കില്ല. കുറേയൊക്കെ ന്യൂട്രീഷണൽ അഡ്വൈസ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ PCOD കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഐ ക്യാൻ കറക്റ്റ് യുവർ PCOD ഓൾസോ ഓൺ ദ വേ. മേ ബി 1 മെഡിസിൻ ഓൺലി ഈസ് നീഡഡ്. സോ ദാറ്റ് ഓൾസോ വിൽ ബി കറക്റ്റഡ് ഇൻ ഓൺ ദ വേ. അതും കൂടി നമ്മൾ ചെയ്തു പോകാം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ ഈ ചില മെഡിസിൻ ഒക്കെ എന്റെ മെഡിസിൻ അല്ല, ചില ഓയിൽമെന്റ്സ് ക്രീംസ് ഒക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ നമ്മള് എന്തെങ്കിലും പുരിയം തട്ടിയാനൊക്കെ പോകുമ്പോ എന്റെ ഈ സ്കിന്നോട് കൂടി ഇളകി വരുന്നതായിട്ട് എനിക്ക് അങ്ങനെ മുറിയാറുണ്ട്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ ഇപ്പൊ എനിക്കിപ്പം കണ്ടിന്യൂസ് അടുത്തടുത്ത ദിവസങ്ങൾ, ഇപ്പൊ അറിയാലോ മാം എനിക്ക് ഇത്രയും ദൂരം നിന്നാണ് ഞാൻ വരേണ്ടത്. അപ്പൊ അതങ്ങനെ അങ്ങനെയല്ല, അടുത്തടുത്ത ദിവസമൊന്നും വരണ്ട. സൺഡേസ് ഓൾസോ ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ പഠിക്കണാളോ വർക്ക് ചെയ്യണവർക്കാണോ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം 1-2 വീക്സ് അടുപ്പിച്ച് വരേണ്ടി വരും. കാര്യം വെച്ചാൽ എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ദെൻ ഹൗ യു ആർ റെസ്പോണ്ടിങ് എന്നുള്ളത് നോക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. സോ അത്രേ ഉള്ളൂ. പിന്നെ 2 വീക്സ് ഒരിക്കൽ, പിന്നെ മന്ത്ലി ഒരിക്കൽ, അങ്ങനെ മാറിപ്പോവും. ഓക്കെ. കായംകുളം എന്താ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, ട്രെയിൻ കയറിയ ഈസി ആയിട്ട് ട്രിവാൻഡ്രത്ത് എത്തും. കായംകുളം ഈസ് ആക്ച്വലി കായംകുളം ഈസ് റിയലി നിയർ ബൈ. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ട്രെയിൻ ഇല്ലേ അവിടെ നിന്ന് എപ്പോഴും ഉണ്ടാവില്ലേ? ഉണ്ട്. പിന്നെന്ത് 3 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ളൂ. ആക്ച്വലി കോട്ടയം സൈഡിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ദേ കം വിത്ത് 3.5 hours. ഇപ്പൊ ആ ടൈപ്പ് ഓഫ് ട്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ.
ഞാൻ ഇതിന് മുൻപും മാഡത്തിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് വന്നിട്ട് പേട്ട എന്നുള്ള സ്ഥലത്താണ് എൻ്റെ ഹോസ്പിറ്റൽ. അല്ല, അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പേട്ടയിൽ. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് മതി. നമ്മുടെ കായംകുളത്തുനിന്ന് ട്രെയിനിൽ കയറി നേരെ പേട്ട സ്റ്റേഷനിൽ എത്തിയിട്ട് ഒരു 10-20 രൂപ ഓട്ടോയിൽ കൊടുത്താൽ യു വിൽ കം ടു മൈ ഹോസ്പിറ്റൽ. ഓക്കെ, സോ ഡോണ്ട് വറി. ദൂരം ഒരിക്കലും നമ്മുടെ സൗന്ദര്യത്തിന് കുറയ്ക്കാൻ പോകുന്നു. നമ്മളുടെ ദൂരം നമ്മളുടെ സൗന്ദര്യത്തിന്റെ ദൂരമല്ല. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ ടു യു. ഓക്കെ, ബി കോൺഫിഡന്റ്. എന്ത് വേണമെങ്കിലും ഒന്നും വേണ്ട, അത്യാവശ്യം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കില്ല. ഡോണ്ട് വറി. ഇതിന് മുകളിൽ എൻ്റെ ഫ്രണ്ടിലിരുന്ന് കരയണ കുട്ടികളോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഫീൽ റിയലി വെരി വെരി ബാഡ്. അപ്പോൾ ഈ കോസ്മെറ്റോളജി എടുക്കാൻ തന്നെ കാര്യം ഇത് എത്രത്തോളം മനുഷ്യനെ വന്നിട്ട് കോൺഫിഡൻസ് ഡൗൺ ആക്കണമെന്നുണ്ടെന്ന് ഈവൻ ഐ ക്യാൻ ഫീൽ. ഇറ്റ്സ് റിയലി വെരി ഹേർട്ടിങ്, ബട്ട് I will be there for you. Okay, thank you. Thanks for calling. അപ്പം നമ്മുടെ TV സ്ക്രീനിൽ തന്നെ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഉണ്ടാവും. അപ്പോൾ കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്ന് കാണാവുന്നതാണ് അല്ലേ ഡോക്ടർ? ഓക്കെ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് ഡോക്ടർ. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോയുടെ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഡോക്ടർ. നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഹോർമോണും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പം ഷുഗർ, പിന്നെ മറ്റേ എങ്ങനെ വന്നിട്ട് ഫാറ്റ് മാറ്റണം എന്നുള്ളത് ദയവേത് കേരളത്തിലായതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. വേറെ ലൈക്ക് ആസ് എ വർക്കിംഗ് WHO വേണ്ടി ഇന്ത്യയിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ അവിടെയെല്ലാം മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ചിക്കൻ കഴിക്കുക. അത് വല്ലപ്പോഴും ഒക്കെ പഞ്ചാബീസ് മേ ബി ദെയിൽ ടേക്ക് ചിക്കൻ റെഗുലർലി, ബട്ട് അത് വീട്ടിൽ വളർത്തുന്ന ചിക്കൻ. ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മോസ്റ്റ്ലി വെജിറ്റേറിയൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ആന്ധ്ര, തമിഴ്നാട്, കർണാടകയിൽ പിന്നെ മോസ്റ്റ്ലി ദേ ആർ വെജിറ്റേറിയൻസ് ആണ് ഞാൻ കണ്ടിടത്തോളം വരെ. അഥവാ ഉണ്ടെങ്കിൽ ദെയിൽ ടേക്ക് ചിക്കൻ or mutton will be taken by only a few people. ചിക്കൻ കുറച്ചൊക്കെ എടുക്കും, പക്ഷേ അവരുടെ എല്ലാം വീടുകളിൽ വളർത്തുന്നുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഒരു ഇതിലെല്ലാം ഈ ബ്രോയിലറിൽ പോയി നിൽക്കുന്നുണ്ട്. ബ്രോയിലറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിൽ ആസ് സച്ച് നാടൻ കോഴിക്ക് കുഴപ്പമില്ല. നോർമലി വളരുന്ന ഇപ്പോൾ പഞ്ചാബീസിനോട് ദേ റെഗുലർലി കോഴി വളർത്തുകയും ചെയ്യും, അവർ റെഗുലറായിട്ട് ചിക്കൻ കഴിക്കുകയും ചെയ്യും. ഈ ബട്ടർ ചിക്കനൊക്കെ അവർ തന്നെ. സോ വെൻ ഐ വെൻറ്റ് ടു ലൂധിയാന ഐ കുഡ് ഫൈൻഡ് ദാറ്റ് they are taking healthy only. അതുകൊണ്ട് അവർ നല്ല ജോലിയും ചെയ്യുന്നുണ്ട്, they are feeling healthy. സോ നോൺ വെജിൽ പക്ഷേ പലതരം നോൺ വെജ് എടുക്കുന്ന ഒരു രാജ്യം ഞാൻ കണ്ടത് കേരളമേ ഉള്ളൂ. ബിക്കോസ് I didn't grow up here. When I came here it was like stunning. It was like I was ഇങ്ങനെയൊക്കെ എന്തെല്ലാം കഴിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ലൈക്ക് എഗ്, ഐ മീൻ ചിക്കനുണ്ട്. പിന്നെ കോട്ടയം സൈഡ് അങ്ങോട്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും ദർ ഇസ് ഡക്ക്. ഓക്കെ, പൊട്ടി അത് പൗൾട്രി എന്ന് വയ്ക്കാം, വലിയ ഹാമില്ല. പക്ഷേ ചിക്കനെ ബ്രോയിലറാണ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവർക്കും വലിയ പീസ് വേണം എന്ന് പറയുമ്പോൾ അവരും എന്ത് ചെയ്യണം, എന്നാൽ വലിയ പീസ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം നാമക്കൽ ഇൻ തമിഴ്നാട്. സോ അവിടെ എന്താ നടക്കണം എന്ന് ഐ ഹവ് സീൻ വിത്ത് മൈ ഐസ്. അവിടെ ഇവർ ഈ ഇഞ്ചെക്ഷൻസ് കുത്തിവെക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് അതിൻ്റെ അത് ഒരു മസിലല്ലേ, നന്നായിട്ട് വലിപ്പം വയ്ക്കണതിൻ്റെ ദോഷം ആർക്കാം നമ്മളെ ഉള്ളിൽ പോകുമ്പോൾ. അതെല്ലാം വലിപ്പം വയ്ക്കാൻ എന്ത് ഹോർമോണാണ് യൂസ് ചെയ്യണത്? പുരുഷ ഹോർമോണുകൾ. അപ്പോൾ ഇത് പോകുമ്പോഴാണ് ഈ PCOD എന്ന് പറഞ്ഞ സാധനം, സ്ത്രീ ഹോർമോൺ കുറഞ്ഞ് പുരുഷ ഹോർമോൺ കഴി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു നിലയിൽ വന്ന് ഈ ഉള്ള പിമ്പിൾസൊക്കെ വന്നിട്ട് മുഖത്തും മുടി വളർച്ച, മുടിയെല്ലാം പൊഴിഞ്ഞ്. സോ ഇതിൻ്റെ ഫുൾ ഇതും നമ്മുടെ ആ തുടക്കത്തിൽ എവിടെയാണ് നമ്മുടെ ഭക്ഷണം, ഉള്ളിൽ എന്ത് പോകുന്നോ അതേ വെളിയിൽ കാണിക്കുള്ളൂ. സോ അത് തന്നെ. സോ ദയവേത് നാടൻ കോഴി കഴിച്ചോളൂ ഇഫ് യു ആർ വെരി പെർട്ടിക്കുലർ. അത് റെഗുലറൈസ് ചെയ്യും. ഡക്ക് ഓൾസോ വേറെ ഡക്കിൽ കുത്തി വെക്കുന്നുണ്ടോ ഒന്ന് യൂസ് ടു ഓൾ ദിസ്. സോ ഇതൊന്നും എൻ്റെ ഇതല്ല, പക്ഷേ ഞാൻ പഠിക്കാറുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ. സോ ഡക്കിലൊന്നും കുത്തി വെക്കാത്തതുകൊണ്ട് ഡക്ക് ഈസ് ഓക്കെ എത്തി. പക്ഷേ മറ്റേത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പീപ്പിൾ ഈറ്റ് ബീഫ്. ബീഫ് ഇസ് വെരി കോമൺ. പൊറോട്ട ആൻഡ് ബീഫ്. പൊറോട്ട, ബീഫ്. റോഡ് സൈഡിൽ മുഴുവനും ബറോട്ട എന്ന് പറയുന്നത് ഒരു ദേഹത്തിൽ ക്യാൻസർ വരുത്താൻ പറ്റിയൊരു സാധനം. ദറ്റ് മൈദ, ബിക്കോസ് ഇറ്റ് ഈസ് കെമിക്കൽ ബ്ലീച്ച്ഡ് ആണ്. അത് ഈ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആക്ച്വൽ നമ്മളെ പോസ്റ്റർ ഒട്ടിക്കുന്ന മൈദ, ഇറ്റ് ഈസ് ഗ്രേ കളർ. അതെങ്ങനെ ഈ വെള്ള ബറോട്ടയായിട്ട് മാറി? സോ ദേ ബ്ലീച്ച് വിത്ത് ബ്ലീച്ച്ഡ് ഫ്ലോർ ആണ്
മൈദയായിട്ട് വരുന്നത്. സോ ഈ ബ്ലീച്ച് എങ്ങനെയാണ്? കെമിക്കൽ ബ്ലീച്ചാണ്. സോ കഴിക്കുമ്പോൾ എല്ലാം ഭംഗിക്ക് തരുന്നുണ്ട്, നല്ല മണമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കണം. പക്ഷേ എന്താ ഉള്ളിൽ, അതിന് മാത്രമല്ല അതിന് ഈ സ്റ്റിക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. പണ്ട് പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരുന്ന ആ കപ്പാസിറ്റി, ഒരാളുടെ ഈ പറഞ്ഞ പോലെ ബേസിക് സ്വഭാവം മാറൂലല്ലോ, അതുപോലെ ഈ മൈദയ്ക്ക് ഈ ഒട്ടണ സ്വഭാവമുണ്ട്. അത് കഴിച്ചാൽ വിശപ്പേ വരില്ല എന്ന് പറയും ഈ വർക്കേഴ്സ് പോണവരൊക്കെ. എന്താ വിശപ്പ് വരാത്ത? അത് ഡൈജസ്റ്റ് ആവുകയേ ഇല്ല, അങ്ങനെ ബോഡിയിൽ കിടക്കും, വയറിൽ അങ്ങനെ കിടന്ന് സ്റ്റിക്ക് ചെയ്യും. എന്നിട്ട് വയറിനെ ആദ്യം നാശാക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈജസ്റ്റായി പെട്ടെന്ന് പോകണം. അങ്ങനെയുള്ളതാണ് കഴിക്കേണ്ടത്. സോ ഈ കഴിക്കാൻ പോണ മൈദ ബറോട്ട, അതിൻ്റെ കൂടെ ബീഫ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം, ദറ്റ് ഈസ് ദ ഹെവിലി ഫാറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഫാറ്റ് ഇങ്ങനെ ഓരോ ഇതിലും ഉള്ള ഒരു സംഭവമാണ്. അതല്ല ഇവിടെ വന്നപ്പോൾ പിന്നെയും ഞാൻ കാണാൻ പറ്റിയത് എനിക്ക് പോർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കഴിക്കണം. ഇനി എന്ത് കഴിക്കുന്നില്ല എന്ന് ചോദിക്കും. ഞാൻ അന്ന് നോക്കിയപ്പോഴത്തേക്കും റാബിറ്റിൻ്റെ ഇത് അതിനെ പിടിച്ച് കഴിക്കുന്നു. പിന്നെ നോക്കിയപ്പം ഓരോരോ ഏരിയ ഓഫ് കേരളയിൽ പോകുമ്പോൾ ഡിഫറെൻറ്റ് അതിശയിച്ചു. പിന്നെ മട്ടൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ ചില കാര്യങ്ങളുമായിട്ട് അത് അസോസിയേറ്റഡ് ആണ്, ചില ഫെസ്റ്റിവൽസുമായിട്ട് ചില ഇതിലൊക്കെ ചിലർ അത് മട്ടൻ എന്നുള്ളത് ഒരു ഇതായിപ്പോയി. അത് വേറെ, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹെവി ഫാറ്റ്. റെഗുലറായിട്ട് കഴിച്ചാൽ എല്ലാം ആവാം. മാസത്തിൽ 15 ദിവസത്തിലൊരിക്കൽ 2 പ്രാവശ്യം നമ്മുടെ ആ ഒരു ആഗ്രഹത്തിന്, അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ നമുക്കൊരു ആഗ്രഹം തോന്നി കഴിച്ചു, ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഫുൾ പ്ലേറ്റ് ബീഫ് കഴിച്ചിട്ട് എൻ്റെ മുഖം എല്ലാം ചീത്തായി, സ്കിൻ ഇതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് PCOD വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദർ ഇസ് നോ. അല്ല മുഴ വരുന്നു, ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ആസ് എ ഗൈനക്കോളജിസ്റ്റ് വാട്ട് ഐ ക്യാൻ സീ ഹെവി ബ്ലീഡിങ് എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ്സ് ത്രൂ ദിസ് ഫുഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ഹെവി ബ്ലീഡിങ് സാധാരണക്കാർക്ക് യൂഷ്വൽ നോർമലായിട്ട് ഫിഷും എഗ്ഗും മാത്രം കഴിക്കണവർക്ക് ഞാൻ കണ്ടിട്ടില്ല ഈ മുഴകൾ വരുന്നതും ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരുന്നത്. എസ്പെഷ്യലി ബ്ലീഡിങ് എന്നുവെച്ചാൽ ഹോർമോൺ ഇംബാലൻസ് വളരെ കുറവാണ്. അത് തന്നെ വരുന്നു ഉടനെ മറ്റേ നമ്മുടെ യൂട്രസ് മാറ്റുന്ന മാഫിയ ഉണ്ട്, എടുത്ത് എല്ലാ ആശുപത്രിയിലും 100% യൂട്രസ് എടുത്ത് മാറ്റി. അതിനെതിരെയും നമ്മൾ ഈ കിടന്ന് യൂട്രസ് എടുക്കല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. അതും ഈ സ്കിന്നിനെയൊക്കെ കംപ്ലീറ്റ് നാശമാക്കും. യൂട്രസ് എന്ന് പറയുന്നത് ഒരു 40 വയസ്സിൽ എടുത്ത് അങ്ങ് വയ്ക്കുകയാണ്. അപ്പം സ്ത്രീപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ നല്ലത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതും പോയി കിട്ടും. സോ അത് മാറ്റാതെ എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാനസികമായിട്ട്, ബ്യൂട്ടി പരമായിട്ട്, പിന്നെ നമ്മളുടെ സ്വഭാവം, എല്ലുകൾ, ഇത് എല്ലാം ഉള്ളതുകൊണ്ടാണ് പ്ലീസ് ഡോണ്ട് ടേക്ക് യുവർ യൂട്രസ് ഓഫ്. എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സി ദാറ്റ് ഈസ് അനദർ പോയിന്റ്. എൻ്റെ ഗൈനക് പോയിന്റും കൂടെ പറഞ്ഞിട്ട് അത് എങ്ങനെ ബ്യൂട്ടിയുമായിട്ട് അസോസിയേറ്റഡ് എന്നും പറയട്ടെ. സോ ഒരു ദിവസം കൊണ്ട് എല്ലാ ഫീമെയിൽ ഹോർമോൺസും പോവും അതെടുത്ത് മാറ്റുമ്പോൾ. സോ നാച്ചുറലി വാട്ട് വിൽ ഹാപ്പൻ ടു യു വിതിൻ ഒരു 2-3 monthsനകത്ത് നമ്മൾ എന്തൊരു വയസ്സായ ഒരു പെട്ടെന്ന് തോന്നാൻ തുടങ്ങും എല്ലാം. ബിക്കോസ് ആ സ്ത്രീ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊട്ടക്ഷന്. അത് കഴിഞ്ഞ് എടുത്ത് മാറ്റി ഒരു 10 വർഷത്തിനകത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ലേഡീസിനെ എനിക്ക് അറിയാം. സോ ഹാർട്ട് അറ്റാക്ക് ലേഡീസിന് പറഞ്ഞിട്ടുള്ളതേ അല്ല. വെരി റെയർലി യു ഫൈൻഡ് എ ലേഡി ഗെറ്റിംഗ് എ ഹാർട്ട് അറ്റാക്ക്. അത് എപ്പോഴും വരും? പീരിയഡ്സ് നിന്ന് ഒരു 10 വർഷം കഴിയുമ്പോൾ വരാൻ. അപ്പോഴ് ഹോർമോൺ ലെവൽസ് എല്ലാവർക്കും ഒരേപോലെ ആകുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് നേരത്തെ ആകുന്നത് എങ്ങനെയാണ്? ഈ യൂട്രസ് എടുത്ത് മാറ്റും. അതേപോലെ തന്നെ അത് മാറ്റി കഴിയുമ്പോൾ പിന്നെ എല്ലാം വയസ്സായി, സ്കിൻ വലിഞ്ഞു, നോർമലായിട്ടുള്ള പ്രൊട്ടക്ഷൻ പോയി, മോയ്സ്ചറൈസർ പോയി, എല്ലാ സ്കിന്നും ഡ്രൈ ആയി. സോ ഇതെല്ലാ ഹോർമോൺസ് ഇങ്ങനെ താഴെ പോണതിലാണ് വരുന്നത്. സോ അതും കൂടി ഒന്ന് കെയർ ചെയ്യണം. നമ്മൾ വന്നിട്ട് ഇപ്പോൾ PCOD ഉണ്ടോ? പ്രോപ്പറായിട്ട് PCOD. സോ ദാറ്റ്സ് വൈ ഗൈനക് ഡൂയിങ് കോസ്മെറ്റോളജി എന്നുള്ള രീതിയിൽ ഐ ഗെറ്റ് മോർ ഓഫ് ഗുഡ് റിസൾട്ട്സ്. ബിക്കോസ് PCOD ഞാൻ എൻ്റെ സൈഡിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് എ സിമ്പിൾ കോസ്മെറ്റോളജിസ്റ്റ് ലൈക്ക് മുഖത്തിനെ നോക്കി മുഖത്ത് മാത്രമായിട്ട് എല്ലാം ചെയ്തിട്ട്. അതേപോലെ ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്. സോ ഐ ഓൾവേസ് കെയർ ദറ്റ് ന്യൂട്രീഷൻ ഷുഡ് ബി ഫൈൻ. സോ അതുപോലെ ഇപ്പം ദയവ് ചെയ്ത് ഈ പോർക്ക്, മട്ടൺ, ബീഫ് എസ്പെഷ്യലി ആൻഡ് പോർക്ക്, ഇത് രണ്ടും ഭയങ്കര ഫാറ്റ് ഉള്ളതാണ്. മട്ടൺ വന്നിട്ട് കുറച്ചായിട്ട് കഴിക്കുന്നവർക്ക് ഇറ്റ്സ് ഓക്കെ, ദറ്റ് ഈസ് once in 10 days, അതിന് മേളിൽ വേണ്ട. ആൻഡ് പിന്നെ എന്തൊക്കെയോ ഉണ്ട് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഈ വെടിയിറച്ചിയോ, വാട്ട് ഈസ് ദാറ്റ്, പോത്തോ സംതിങ്, ബൈസൺ, എന്തോ ഒരു സംഭവം, ബഫലോയോ എന്തോ, അത്. പിന്നെ വന്നിട്ട് ഡീർ, അങ്ങനെ കേരളത്തിലെല്ലാം, കേരളത്തിൽ മനുഷ്യനൊഴിച്ച് ബാക്കി നമ്മളെല്ലാം കഴിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആളുകൾ. സോ എന്നിട്ട് എനിക്ക് ആ രോഗം വന്നു, ഈ രോഗം വന്നു, ക്യാൻസർ വന്നു. ഇവിടെ ക്യാൻസേഴ്സ് ഓഫ് ഇതുണ്ടല്ലോ, കുടൽ കൂടിക്കൊണ്ടേയിരിക്കുക, കുടൽ ക്യാൻസേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുക. എവിടെ? കേരളത്തിൽ മാത്രം. ഹോൾ ഇന്ത്യയിൽ മറ്റേ ചീക്ക് ക്യാൻസേഴ്സ്, ഈ പാൻ യൂസ് ചെയ്യണവർക്ക്. ബട്ട് ഹോൾ ഇന്ത്യയിൽ മെയിൽസിന് കൂടുതൽ എന്താണ്? കുടൽ ക്യാൻസേഴ്സ്. വൈ?
because of അതിൽ bad കേരളത്തിൽ diet. മാത്രം ബിക്കോസ് ദിസ് ഇസ് ദ ഡയറ്റ്. ഇത് എല്ലാ കാലത്തും നമുക്ക് കഴിച്ചോണ്ടേ ഇരിക്കാന്ന് പറഞ്ഞിട്ട് 15 വർഷം കഴിയുമ്പോൾ അത് അതിന്റെ ഇഫക്റ്റ് കാണിക്കാൻ തുടങ്ങും. ഡോക്ടർ ഞാനൊന്ന് ഇടപെടും, നമുക്കൊരു സെക്കൻഡ് ബ്രേക്ക് എടുക്കാൻ സമയം. ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ട്രീറ്റ്മെന്റ്സിലേക്കൊക്കെ പോവാം. അപ്പോൾ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ ഒരു ക്വിക്ക് ബ്രേക്കിനുള്ള സമയമാണ്. വെൽക്കം ബാക്ക് ടു ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി വൺസ് അഗൈൻ. സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. പുനർജനി ഹോസ്പിറ്റൽ, തിരുവനന്തപുരം പേട്ട അക്ഷരവിധി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. കൂടാതെ മെഡി ബ്യൂട്ടി ബേ എന്ന പുതിയ യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് പുനർജനി ഹോസ്പിറ്റൽ. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഡോക്ടർ നമുക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. എൻ്റെ പേര് ശ്യാമള. മകളുടെ കാര്യം ചോദിക്കാനാണ്. മോൾക്ക് 10 വയസ്സായി. മകളുടെ മുഖത്ത് കറുത്ത പാടുകൾ വരുന്നുണ്ട്. മൂക്കിലും കവിളിലും ഒക്കെ ഇതുപോലെ വരുന്നുണ്ട്. എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന്? കറുത്ത പാടുകൾ ഫസ്റ്റ് എനിക്കതൊന്ന് കാണണം. ദറ്റ് ഈസ് ബ്ലാക്ക് ഹെഡ്സ് ആണോ, അല്ലെങ്കിൽ ഈ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് ആണോ, അല്ല മറ്റേ അല്ലാത്ത വാട്ട്സ് പോലത്തുള്ള സാധനമാണ്. സോ ഇത് 3 ആണെങ്കിലും 3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെയും ഉണ്ടായിരുന്നു ഒത്തിരി ഈ ഉണ്ണി എന്നൊക്കെ പറയുന്ന സാധനമുള്ളത് ഒരുപാടുള്ള മെയിൽ വാട്ട്സ് തന്നെ. അത് തന്നെ സ്കിൻ വാട്ട്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മുടെ മലയാളത്തിൽ ഉണ്ണി എന്തൊക്കെ അതിങ്ങനെ ടാഗോട് എടുത്ത് തൂങ്ങി. അല്ലാതെ സ്പോട്ട് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. സോ ഈ ബ്ലാക്ക് ഹെഡ്സ് കുറേ കഴിയുമ്പോൾ പിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാം. അതപ്പോൾ ഇങ്ങനെ വലിയ ആക്നി എന്ന് പറയുന്നത് വലിയ സൈസ് പിമ്പിൾസ്. അത് ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ IV ഡ്രിപ്പായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോഴേ അത് പ്രോപ്പറായിട്ട് മാറുള്ളൂ. അത് സിവിയർ ഇൻഫെക്ഷൻ. അത് പൊട്ടിച്ചൊക്കെ കളഞ്ഞാൽ പിന്നെ അവിടെ ഒരു കുഴി. ഞാൻ ഇപ്പോൾ കുട്ടികളോട് പറയണത്, എപ്പോൾ നോക്കിയാൽ ഈ മുഖക്കുരുവിനെ പൊട്ടിച്ചിട്ട് വരിക, പിന്നീട് അവിടെ ഒരു കുഴി വന്നാൽ പിന്നെ എന്തുമാത്രം ലേസറും പ്രയാസപ്പെട്ടാലാണ് ആ കുഴി മാറുന്നതെന്നറിയോ. സോ പ്ലീസ് പൊട്ടിക്കാതിരിക്കൂ. അറ്റ്ലീസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഒരു ഡോട്ടേ വരുള്ളൂ. ആ ഡോട്ട് ഈസിലി മാറും. We can change that. That is more easy. If you make a deep അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഗട്ടർ പോലെ ആക്കി വെച്ചാൽ അതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചെടുക്കാൻ എന്താ പാട്. സോ പൊട്ടിക്കരുത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഓൾസോ. സംടൈംസ് സിവിയർ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരും. സോ അതിൻ്റെ ദേഷ്യത്തിൽ പൊട്ടിച്ചു കളയും കുട്ടികൾ. സോ അങ്ങനെ ചെയ്യരുത്. പ്ലീസ് കം ടു മീ. ഐ ക്യാൻ ആദ്യമേ വന്നിട്ട് ഇത് വരണ ടൈമിൽ ഇങ്ങനെ ക്രോപ്സ് എന്ന് പറയും. ആ ക്രോപ്സ് ഓഫ് പിമ്പിൾസ് വരുമ്പോഴേ വന്നാൽ നമുക്ക് ആ ഇൻഫെക്ഷൻ അപ്പോഴേ ചെയ്ത് അങ്ങനെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് ഡോട്ട്സ് വരത്തില്ല. പിന്നെ നേരത്തെ ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഇത് ചെയ്തിട്ട് ഐ ഗിവ് സർട്ടൻ ടൈപ്പ് ഓഫ് സ്ക്രബ്സ്. വി ഡു ഇറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഇറ്റ് സെൽഫ്. അവർ മെഡി ബ്യൂട്ടിയിൽ തന്നെ നമ്മൾ സ്ക്രബ്, ഐ എം യൂസിങ് ജാപ്പനീസ് സ്ക്രബ്. ഓക്കെ ഡോക്ടർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യണം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. തിരിച്ച് സ്ക്രബിലേക്ക് തന്നെ വരാം ഡോക്ടർ. ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ ഗായത്രിയാണ്. എവിടുന്ന് വിളിക്കുന്നു ഗായത്രി? ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, സ്കിൻ ആൻഡ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, ചോദിച്ചോളൂ ക്വസ്റ്റ്യൻ. മാഡത്തിനോട് ചോദിക്കാനുള്ളത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുണ്ട്, 70 above. അപ്പൊ ആള് ഇങ്ങനെ കോവിഡ് വന്നതിന് ശേഷം ആളിങ്ങനെ തടി കുറയുന്നുണ്ടേ. അപ്പൊ ആൾക്ക് ഇങ്ങനെ മസിൽ ലോസ് പോലെ ആണ് വരുന്നത്. അതിപ്പോ ഓരോ മാസത്തോളം ഓരോ മാസം ഓരോ കിലോ വെച്ച് ഇങ്ങനെ കുറയുന്നുണ്ട്. ഡയബറ്റിക് ആണോ? ഇല്ല, ഡയബറ്റിക് ഒന്നല്ല. ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഫാസ്റ്റിങ്ങും ഇതും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഡയബറ്റിക് അല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതെ അതെ. സ്കാൻ ചെയ്ത് നോക്കിയോ വയറിന്റെ? വയറ് പിന്നെ ആൾക്ക് ഹെർണിയുണ്ട്, വലിയൊരു ഹെർണിയുണ്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് കുറച്ച്. അപ്പൊ ഈ മസിൽ ലോസ് കാരണം ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. മസിൽ ലോസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ന്യൂട്രീഷൻ അതനുസരിച്ചിട്ട് സപ്ലിമെന്റേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു അത്യാവശ്യം ടെസ്റ്റുകൾ ചെയ്തിരുന്ന കാരണം അറിയാൻ പറ്റും. ഓൺലൈനിൽ എങ്ങനെയാ ഒരാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വി ക്യാൻ സെൻഡ് മെഡിസിൻ കുരിയർ ചെയ്ത് തരാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പ്രാവശ്യം എനിക്ക് ആളിനെ കാണണ്ടേ. പ്രോപ്പർ ഡയഗ്നോസിസ് ആ ഒരു കാര്യം മാത്രം മാൻ ടു മാൻ കണ്ടാലേ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു പ്രാവശ്യം കൊണ്ടുവന്നോ, പിന്നെ ഉള്ളത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം മരുന്നുകൾ. ഓക്കെ.
ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മൾ ഈ പിമ്പിൾ മാർക്സ് സ്ക്രബിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ സ്ക്രബ് വന്നിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിന് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ലേസറും കൂടി കൊടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഇനി പിമ്പിൾ വരാനായിട്ടിരിക്കുന്ന തുടക്കമെല്ലാം മാറിക്കിട്ടും. സോ നൗ ഐ എം യൂസിങ്, ഞാൻ കഴിവതും ക്വാളിറ്റി പ്രോഡക്ട്സും മാക്സിമം എവിടെയൊക്കെ പോകുന്നോ അവിടെ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും, വരുത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഐ ഗോട്ട് ജാപ്പനീസ് മാസ്ക്സ് ഫോർ ഹെയർ ആൻഡ് സ്ക്രബ് ഓൾസോ. UK-ലായിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും പിന്നെ പാഷൻ അങ്ങനെ വേറെ പല ഫ്രൂട്ട് സ്ക്രബ്സ് കിട്ടി. സോ ദറ്റ് ഐ ഹവ് കെപ്റ്റ് വെരി ഇത് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് പക്ക പോകുന്നുണ്ട്. സോ ദേ ആർ റിയലി ഗുഡ് പ്രോഡക്ട്സ്. അത് വേറെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഗുഡ് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുകയല്ല, യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എസ്പെഷ്യലി ജാപ്പനീസ് ആൻഡ് കൊറിയൻസ് ദേ റിയലി ആർ വെരി വെരി ബോതേർഡ് അബൌട്ട് ദെയർ സ്കിൻ. സോ എവിടെ പോയാലും കടകൾ വന്നിട്ട് ഇത് സെല് ചെയ്യണതാണ്. ഹെയറും സ്കിന്നും അവർ ഇത്രയും കെയർ ചെയ്യണ അവരുടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം കൊറിയയിലേക്ക് എന്താ പറയുക, ലൈക്ക് 50 ഇയേഴ്സ് ഗ്ലാസ് സ്കിന്ന് മാത്രമല്ല 50 അവർ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. ചുമ്മാ ഗ്ലാസ് സ്കിൻ ആയതല്ല, എവറി ഡേ ദേ കെയർ ഫോർ ദ സ്കിൻ. 50 വയസ്സായ ഒരു ലേഡി, ഐ തോട്ട് ഷീ മസ്റ്റ് ബി അറൗണ്ട് 25-30. യു വോണ്ട് ബിലീവ് ഇറ്റ്, സ്കിന്നിലൊന്നും ഒരു സ്പോട്ട് പോലും ഇല്ല. ഷീ ഹാസ് ഡൺ ലിറ്റിൽ ബിറ്റ് ഓഫ് മേക്കപ്പ്, ഇല്ല അങ്ങനെ ഇല്ല എന്നല്ല, ബട്ട് ബേസിക്കലി അവരുടെ എല്ലാ ഈ അതർ പാർട്ട് ഓഫ് ദ സ്കിൻ കാല് നോക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് വാങ്ങിക്കണം പ്രോഡക്ട്സ്. കാര്യം വെച്ചാൽ അവർക്ക് വന്നിട്ട് ഇപ്പം നമ്മുടെ സ്കിൻ ബൂസ്റ്റേഴ്സൊക്കെ കൊറിയെന്ന് വരുന്നത്, നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ സ്കിന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്ന് ഗ്ലോ കിട്ടാനും. സ്കിന്നിൻ്റെ കൊളാജൻ വരുന്നത് ജാപ്പനീസ് കൊളാജനാണ്. സോ വാട്ട് എവർ ഐ ഹാവ് ഈസ് ജാപ്പനീസ് കൊളാജൻ. ഇന്ത്യൻ കൊളാജൻസും ഉണ്ട്. ഓഫ് കോഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് ഒന്ന് ഈ റോക്കറ്റ് ഉണ്ടാക്കാമെങ്കിൽ വി ക്യാൻ ഡു എവറിത്തിങ്. സോ ചെറിയ കുട്ടികൾ റോക്കറ്റ് ഉണ്ടാക്കിയൊക്കെ മുകളിൽ പറത്തുന്നു, നമ്മൾ ദീപാവലിക്ക് പറത്തുന്നു. സോ ഇന്ത്യ ഈസ് ഗോൺ സംവെയർ. സോ ഇതിൽ ഈ കൊളാജൻ ഉണ്ടാക്കണമെന്ന് വലിയ കാര്യമില്ല, ബട്ട് ജാപ്പനീസ് കൊളാബറേഷനോടുകൂടി ഇവരുണ്ടാക്കുന്ന കൊളാജനാണ് വി ആർ യൂസിങ് നൗ. സോ അത് ഉള്ളിൽ കഴിക്കാനുള്ളതാണ്, ഉള്ളിലും കഴിക്കണം. ദെൻ ബൂസ്റ്റേഴ്സായിട്ട് കൊളാജൻ ഫില്ലേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്നുള്ള സംഭവത്തിലാണ്. ഇപ്പം നാളെ ഒരു ഫംഗ്ഷന്, നാളെയല്ല ഒരാഴ്ച കഴിഞ്ഞൊരു ഫംഗ്ഷന് പോകുന്നു, സഡൻലി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് നമുക്കത് തോന്നുന്നു, അയ്യോ ഇത് വന്നിട്ട് എനിക്ക് ഫംഗ്ഷന് ഒരു ഭംഗി ഉണ്ടാവില്ല, നമ്മളെ ഫാമിലിയിലൊരു ഫംഗ്ഷനായിരിക്കും. സോ അത് വന്നിട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കൊളാജൻ ഫില്ലേഴ്സ് വിൽ ബി യൂസ്ഫുൾ. ടക്കന എഫക്റ്റ് വരും ഉടനെ. അത് ആ കുഴി അങ്ങനെ അങ്ങ് അടയും. മേ ബി 6 months കഴിയുമ്പോൾ കുറച്ച് പോകും എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ഇത് വലിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അത് വലിയാത്ത രീതിയിൽ ചെയ്യണം അങ്ങനെ. പിന്നെ സ്കിന്നിനിട്ട് ഒരുപാട് മസാജ് ചെയ്യരുത്, എസ്പെഷ്യലി മുഖത്തിലെ സ്കിന്നിന്. ഇവിടുത്തെ മസിൽസ് എല്ലാം ഭയങ്കര സോഫ്റ്റാണ്, നമ്മളിട്ട് ഭീകരമായിട്ട് മസാജ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ അതർവൈസ് ഈ ബോഡി മസാജ് എന്നൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്തോളൂ, പക്ഷെ മുഖത്തിന് ദയവ് ചെയ്ത് അതിനെ വന്നിട്ട് വളരെ ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യുക. ആ മുടിയാണെങ്കിൽ മുടിയിട്ട് ചിലരൊക്കെ തോർത്തുനിന്ന് കണ്ടാൽ നമുക്ക് തോന്നുന്നു എന്തോ ഒരു വൈരാഗ്യമുള്ളവർ. സോ ഡോണ്ട് ഡു ദാറ്റ്. വെറുതെ ഇപ്പം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് മുടി പോണെന്ന് പറയുമ്പോൾ കെട്ടി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊർന്നെടുത്തതിന് ശേഷം ദെൻ വെറുതെ കിടന്ന് ഉണങ്ങട്ടെ. മുടിയെ ഇട്ട് തോർത്തി ആ മുടി മുഴുവനും വെളിയിൽ നനഞ്ഞിരിക്കുമ്പോൾ ഒന്നാമത് റൂട്ട്സ് മുഴുവൻ പോവും. ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ഇട്ട് തോർത്തി കഴിഞ്ഞാൽ അത് പോവും. സോ ജസ്റ്റ് ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡ്രൈ ചെയ്യുന്ന ഒരു ടവൽസ് പോലത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കേരളയിലെ വെള്ളത്തോർത്ത് അത് ഉപയോഗിച്ചാലും മതി. യു വിൽ. സോ ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ ഫേഷ്യൽ സ്കിൻ. അപ്പോൾ ഈ ഡെയിലി പോയി സ്പായിൽ മസാജ് ചെയ്താൽ എൻ്റെ മുഖം നന്നാവും? നോ, കുറച്ചും കൂടെ വയസ്സായ പോലെ ഇരിക്കും. ഒരു 25-year-old ഗേൾ, ഐ തോട്ട് ഷീസ് അറൗണ്ട് 35-40 കാണുമായിരിക്കും. കാര്യം വെച്ചാൽ ഇവിടെ എല്ലാം ഇങ്ങനെ തൂങ്ങിയിരിക്കുക, ഈ മസിൽസ് എല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. 50 വയസ്സ് കഴിയുമ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, അത് നാച്ചുറലി വന്നെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഐ ഡിഡ്ന്റ് ബിലീവ് ദറ്റ്. എനിക്ക് ആദ്യം 25 yearsേ ഉള്ളൂ ബിക്കോസ് ഓഫ് ദാറ്റ്. സോ പ്ലീസ് ആദ്യം ഒരു കാര്യം, എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് ചെയ്യുക. ഞാൻ എൻ്റെ എപ്പോഴത്തെ ഞാൻ ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഞാനാണെങ്കിലും ഐ വിൽ ഗോ ഓൺലി വിത്ത് എ കോസ്മെറ്റോളജിസ്റ്റ്. ഐ വിൽ നെവർ, അതായത് ബ്യൂട്ടി പാർലേഴ്സുകാർ മോശം എന്നാണോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് മേക്കപ്പ് ചെയ്യാനും ഒക്കെ അവർ നല്ല ആളുകളാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്, അതെല്ലാം നല്ലതാണ്. പക്ഷേ ഈ പല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ, അത് വന്നിട്ട് പേൾ മസാജ്, ഗോൾഡൻ പാക്ക് എന്നൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഒന്നും കാര്യമില്ല. സ്കിന്നിനെ സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം 100% അത് ശരിയാവും.
സോ അവർ ഐഡിയ ഈസ് സയൻറ്റിഫിക് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലാതെ കുറേ പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ കുറേ കെമിക്കൽസ് ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ക്രീംസും ബ്രാൻഡഡ് ക്രീംസ് എല്ലാം പെട്രോളിയം ഉണ്ടോ ഇല്ലയെന്ന് ബാക്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. കണ്ണി കാണാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കും, ചിലത് കോഡ് നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കും. ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും അത് വിഷമുള്ള ഒരു സാധനമാണ്. ഇതാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞ് സ്കിന്നിലേക്ക് പുരട്ടുന്നത്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു, ഇത് സൺസ്ക്രീൻ ഉൾപ്പെടെ ഇപ്പോൾ ഒരെണ്ണം ബാൻ ചെയ്തു. അന്ന് വീണ വാസ് ടെല്ലിങ് സം പ്രോബ്ലം ഗോയിങ്. ഞാൻ പിന്നെ അറിഞ്ഞത് അത് സൺസ്ക്രീൻ വിത്ത് മോയ്സ്ചറൈസർ വിച്ച് വാസ് കോസിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് അതാണ്. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ ഒരുമിച്ച് വരാനേ പാടില്ല, ഒന്നിനൊന്ന്. സോ സൺസ്ക്രീൻ പ്രത്യേകം ഉപയോഗിക്കണം, മോയ്സ്ചറൈസർ പ്രത്യേകം ഉപയോഗിക്കണം. സോ ഈ ടൈപ്പ് ഓഫ് മേക്കപ്പ് അഡ്വൈസസും ഞാൻ കൊടുക്കാറുണ്ട്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡെയിലി 2 വലിയ നെല്ലിക്ക, അല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ശേഷം കഴിക്കണം. അത് 2 വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി. അത് 2 എണ്ണം. ഇത് കഴിച്ചാൽ 20 കപ്പ് ഓഫ് ഗ്രീൻ ടീ കുടിക്കണതിന് സമമാണ്. ഇറ്റ് ഹസ് ഗോട്ട് 250 grams ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. ഓക്കെ, മറ്റേതിന് ഒരു ഗ്ലാസ്സിന് 2.5 ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഇൻ ടു 10. അപ്പോൾ ഡെഫിനറ്റ്ലി ആ 2 അംല ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് നമ്മുടെ വലിയ നെല്ലിക്ക, അത് 2 എണ്ണം വെച്ച് ഉച്ചയ്ക്കും വൈകിട്ട് ഒരു 4 മണിക്കും കഴിച്ചു നോക്കൂ. സ്കിൻ ആൻഡ് ഹെയർ വിൽ ബി ലൈക്ക് ജസ്റ്റ് ഗ്ലോയിങ് ലൈക്ക് ദാറ്റ്. ഒറ്റമൂലി എന്ന് വേണമെങ്കിലും പറയാം, അത്ര ഭംഗിയുള്ള സാധനം. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം. പിന്നെ നമ്മുടെ യു ആർ ആസ്കിങ് മീ അബൌട്ട് ട്രീറ്റ്മെന്റ്സ് വെർ ലൈക്ക് ബേസിക് സിമ്പിൾ. പിമ്പിളിന് നമ്മൾ അതിൻ്റെ ഇൻഫെക്ഷനെ മാറ്റാനുള്ളത് കൊടുക്കും. മേ ബി ഡ്രിപ്പായിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടത് എപ്പോഴും ആദ്യം വന്നതും ഒരു ഉള്ളിൽ കൊടുക്കാനുള്ള ഇഞ്ചെക്ഷൻസ് ആയിട്ടോ ഡ്രിപ്പായിട്ടോ കൊടുത്തിട്ട് അതേ സെയിം തന്നെ പിന്നെ ഗുളിയായിട്ട് കൊടുത്തങ്ങ് വിടും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറയാൻ നേരിട്ട് പോകുമ്പോൾ നല്ലതായിരിക്കും. സോ അതിന് അങ്ങനെ ചെയ്യാം. ബ്ലാക്ക് ഡോട്ട്സിനും ഇതിനുമൊക്കെ ലേസേഴ്സ് ഉണ്ട്, വിച്ച് കൻ ഒരു 2-3 സിറ്റിങ്ങിൽ കംപ്ലീറ്റ് ക്ലിയറിങ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ടും ഏജിങ് ലേസറിൽ ചോദിച്ചല്ലോ എന്തൊക്കെ ഉണ്ടെന്ന്. റിജുവനേഷൻ, ഈ കയ്യിലൊക്കെ വരുന്ന ചുരുക്കങ്ങൾ മാറ്റാൻ റിജുവനേഷൻ, ആൻറ്റി ഏജിങ്, പിന്നെ ഈ ബട്ടർഫ്ലൈ റാഷസ് ഒക്കെ മെനോപോസിൽ വരുന്നത്. സോ ഇതെല്ലാം ലേസർ ക്യാൻ ഡു ഇറ്റ്. ഡിഫറെൻറ്റ് ലേസർ. പിന്നെ ഇപ്പോഴത്തെ ഒരു ലേസർ ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടറിയും കൂടെ ഉള്ള ലേസർ. സോ ഈ കുഞ്ഞു സംഭവങ്ങളെല്ലാം നമുക്ക് തൊട്ട് എല്ലാം പോകും. ലൈക്ക് ദാറ്റ് ഉണ്ണികളെല്ലാം മാറ്റാം. സോ ഫേസിലുള്ള മാർക്സ് മാറ്റാൻ പറ്റും. സോ ദാറ്റ് ഇസ് ഓൾ വെരി വെരി എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. ഇന്നലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് ദേ വെയർ കമ്മിങ് ആൻഡ് ഡൂയിങ്. 2 പേര് 2 സൈഡിൽ കിടന്നിട്ട് 2 പേർക്കും ചെയ്യാം. സോ ഇറ്റ് വാസ് ബീങ് ലൈക്ക് പുള്ളി ആക്ച്വലി ദാറ്റ് ഹസ്ബൻഡ് ഈ കുറേ നാളായിട്ട് പുള്ളിക്ക് ഈ കറുത്ത പാടുണ്ടായിരുന്നതാണ്. സോ അത് മാറിയപ്പോൾ അത് ഇത്രയും മിനിറ്റിനകത്ത് ഓ മൈ ഗോഡ് ഹി വാസ് ടെല്ലിങ്, എത്ര വർഷമായിട്ട് ഇതിൻ്റെ ദേഹത്താണ്. സോ നൗ ഹിസ് ഫേസ് ഇസ് ക്ലിയർ, ഹി വാസ് ഫീലിംഗ് വെരി. നമുക്ക് ആ ഹാപ്പിനെസ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി അറ്റ് ഓൾ. ഏറ്റവും മിനിമം ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചാർജ് ചെയ്യണം. കാര്യം വെച്ചാൽ എനിക്ക് എന്താ വെച്ചാൽ സാധാരണ ബ്യൂട്ടി ഫോർ ഓൾ ആണ് കോൺസെപ്റ്റ്. സോ ഇത് വന്നിട്ട് വലിയ മഹാനാവാനൊന്നും പറയണല്ല, പറഞ്ഞാൽ അത് ചെയ്യും, പറഞ്ഞില്ലെങ്കിൽ ചെയ്യൂല, അത്രേ ഉള്ളൂ. സോ പറയുന്നുണ്ട് ഏറ്റവും മിനിമം റേറ്റിൽ വാട്ട് എവർ ഐ ക്യാൻ ഡു, ബിക്കോസ് ഐ വോണ്ട് ബ്യൂട്ടി ഫോർ ഈവൻ ടു ദി കുക്ക് ഹൂ കംസ് ടു മൈ ഹോം. അവരെടുത്ത് ഞാൻ പറയും നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് വാ. ലൈഫ് ഈസ് ഓൺലി വൺസ്, യു ഹാവ് ദ റൈറ്റ് ടു ഡു ഇറ്റ്. അല്ല ഞാൻ വർക്കിംഗ് ടൈമിലല്ല, തിരിച്ച് പോകുമ്പോഴും വരുമ്പോഴും നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് പോകും. യു ഹാവ് ദ റൈറ്റ് ടു ബി ബ്യൂട്ടിഫുൾ. ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ചെറിയ എമൗണ്ടിൽ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് 8,000 10,000 തുടങ്ങുന്നത്. ഡ്രിപ്സ് വി സ്റ്റാർട്ട് വിത്ത് 1,200 സ്റ്റാർട്ടിങ് ടു 2,000. അതനുസരിച്ച് ഇഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇത്രയും പ്ലെയിനായിട്ട് പറയണമെന്ന് വെച്ചാൽ ഐ എം കോൺഫിഡൻറ്റ് ഐ കൻ ഡു, ഐ ആം ഡൂയിങ് ഇറ്റ് എന്നുള്ളതുകൊണ്ട്. സോ എത്രയും ലോ റേറ്റിലും നിങ്ങൾക്ക് അതിനേറ്റ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു വെളുപ്പ് കിട്ടാനാണെങ്കിലും കറുപ്പ് മാറ്റാനാണെങ്കിലും പിമ്പിൾസ് മാറ്റാനാണെങ്കിലും സൗന്ദര്യപ്രദമായിട്ട് ഈ ഏജിങ് കുറയ്ക്കാനാണെങ്കിലും. പിന്നെ ഈ ബോട്ടോക്സ് എന്നൊക്കെ പറയുന്നത് വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ഇവിടെ വെറുതെ ഹൈ ചാർജ് ചെയ്യുക. ആ ഇഞ്ചക്ഷനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല. അതിൽ അവരിടുന്ന MRP വെച്ച് നമ്മൾ അങ്ങനെ കൊടുക്കും, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ്. നമ്മൾ സബ്സിഡിയിൽ വാങ്ങിച്ചാൽ കുറച്ചും കൂടെ നല്ലത്. സോ അത് വന്നിട്ട് പെട്ടെന്ന് മസിൽസിനെ ടൈറ്റൻ ചെയ്യും. അതായത് പെട്ടെന്നല്ല, 1 വീക്ക് ടൈം എടുക്കും. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പേ വന്ന് ബോട്ടോക്സ് ചെയ്തിട്ട് പോയാൽ ഈ തൂക്കലൊക്കെ ടൈറ്റൻ ആവും. സോ ഒരു 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. ഡോക്ടർ, കാർബൺ ലേസേഴ്സ്, കാർബൺ ലേസർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വന്ന് ചോദിക്കുന്നു അതാണ് കാർബൺ ലേസർ. കാർബൺ ലേസർ പലരുടെയും വിചാരം കാർബൺ പീലിംഗ് ആണ്, ഇലക്ട്രോളിസിസ് ആണ്. നോ, ഇത് ഒരു വേദനയില്ലാത്തൊരു സാധനമാണ്.
കാർബണിൽ കൂടെ നമ്മുടെ ലേസർ വന്നിട്ട് ഒരു വെളിച്ചം പോലെയാണ്, അതിങ്ങനെ പെനട്രേറ്റ് ചെയ്ത് പോയി അടിയിൽ 7 ലെയർ വരെ പോകും. അത് സ്കിന്നിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ അകത്തുള്ള 7 ലെയറും കടന്നു പോയാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നത്. അതേപോലെ അതിൻ്റെ മസിൽസ് കൊളാജനെ നന്നാക്കുന്നത്. പിന്നെ കൊളാജൻ പൗഡേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഓൾസോ ഐ ഗിവ് ടു ദം. സോ അതും പോട്ടെ, ഇവിടെ ഫില്ലേഴ്സ് ഇട്ടത് മാത്രം പോരാ, കൊളാജൻ ഉള്ളിൽ നിന്നും യു ഹാവ് ടു ഗെറ്റ്. സോ ബിക്കോസ് ബോണിനുള്ള കൊളാജൻ ഉണ്ട്, സ്കിന്നിന് വേറെ കൊളാജൻ ഉണ്ട്. സോ വി ട്രൈ ടു കീപ്പ് ഇറ്റ് ദറ്റ് സ്കിന്നിന് പ്രത്യേകം കൊളാജൻ, ബ്യൂട്ടി കൊളാജൻ എന്ന് പറയും, മറ്റേ ബോൺസും ഇതിന് വേണ്ടിയിട്ട് ഇത്. സോ കൊളാജൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ കൊളാജൻ വന്നിട്ട് പ്രോട്ടീൻ സപ്ലിമെൻ്റ് പോലെ കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം. റെഗുലർലി 2 സ്പൂൺ വെള്ളത്തിൽ കലക്കി കുടിക്കുക, അത്രയേ ഉള്ളൂ. നോട്ട് വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള. സോ ദാറ്റ് ഓൾസോ വി ക്യാൻ കണ്ടിന്യൂ. സോ ദീസ് ആർ ഓൾ ദ ബേസിക്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു, എല്ലാം അല്ലേ? ഒരു ഏജിങ്, സ്ട്രെച്ച് മാർക്സ് വന്നിട്ട് ഈ അത് ഒരു പറഞ്ഞു തീർക്കും. ഗർഭിണികളിൽ ഒരു 3 മാസത്തിൽ നിങ്ങൾ ക്രീംസ് അത് വന്നിട്ട് അത് പുരട്ടാൻ തുടങ്ങിയാൽ മേ ബി വരണത് വളരെ കുറച്ചേ വരുള്ളൂ. നില്ലെന്നുള്ള ലെവലിൽ വരെ ഈ സ്ട്രെച്ച് മാർക്സ് വരത്തില്ല. പിന്നെ വണ്ണം കൂടിയിട്ട് കുറയുമ്പോഴും സ്ട്രെച്ച് മാർക്സ് വരും. സോ വി ക്യാൻ ലേസറിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. മാജിക്കലായിട്ടല്ല, ഒരു ദിവസം ചെയ്തിട്ട് എൻ്റെ ഇത് മാറില്ല എന്ന് ചോദിക്കരുത്. ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ടൈം. വന്നു കഴിഞ്ഞതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. വരാതിരുന്നാൽ അത്രയും നല്ലത്. പിന്നെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ സിസേറിയൻകാർക്കാണെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേക്ക് വി ക്യാൻ സ്റ്റാർട്ട്. നോർമൽ ഡെലിവറി ആണെങ്കിൽ 2 months കഴിയുമ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് ദ ഈ സ്കാർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ട്രീറ്റ്മെൻറ്റ്സ്. സോ ഇതിനെല്ലാം nothing is impossible. That's all. Like അത് മാത്രമല്ല, nothing is costly. അതായത് ബ്യൂട്ടി ഈസ് നോട്ട് എ കോസ്റ്റ്ലി. അല്ലെങ്കിൽ വലിയ പണക്കാർക്ക് വലിയ അതെല്ലാം സെലിബ്രിറ്റീസ് അല്ലേ മാഡം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സെലിബ്രിറ്റി. എന്ത് സെലിബ്രിറ്റി? 5000 രൂപയിലൊരു ഇഞ്ചക്ഷൻ. ദാറ്റ്സ് ഓൾ. ഇറ്റ് മേ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഓവർ വിതൗട്ട് എനി സൈഡ് ഇഫക്റ്റ്. ധൈര്യമായിട്ട് ഞാൻ പറയും, ദർ ഇസ് നോ സൈഡ് ഇഫക്ട്സ്. കൂടിപ്പോയാൽ ഒരു വയറ് ഫുള്ളായിട്ട് തോന്നും. അത് പിന്നെ അനാവശ്യമായിട്ട് ആ സമയത്ത് യു ടേക്ക് ഫാറ്റ് നാച്ചുറലി, അത് മോഷനിലല്ലേ പോവുള്ളൂ. അപ്പം മോഷൻ പോവുക തന്നെ ലൂസായിട്ട് പോകുക. സോ എല്ലാം ഉള്ളതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്, വേറെ ദോഷങ്ങളൊന്നുമില്ല. ഇത് കൺട്രോൾ ചെയ്ത പ്രോബ്ലം. സോ അതേപോലെ വെയിറ്റ് ലോസിന് ഒത്തിരി പേര് വന്നിപ്പോൾ 90 kgs 80 kgs ഗേൾസ് ആൻഡ് ബോയ്സ് ആർ കമ്മിങ് ആൻഡ് ടേക്കിംഗ് ട്രീറ്റ്മെൻറ്റ്. 80 kgs ഉള്ളവർ എടുക്കുന്നുണ്ട് ഫോർ ഇഞ്ചെക്ഷൻസും. പിന്നെ നമ്മളതല്ലാതെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമൽ എക്സസൈസ്, ഇതൊന്നും വേണ്ടെന്നല്ല, കുറച്ചെല്ലാം വേണം. സോ ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാം കൂടെ ആയപ്പോൾ ഐ തിങ്ക് ഐ കവർഡ് ദ സ്കിൻ കംപ്ലീറ്റ്ലി, റൈറ്റ്? സോ ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. സോ ഞങ്ങൾക്ക് കാണാൻ വളരെ ഇഷ്ടമാണ് എല്ലാവരും. ഇത് പോയല്ലോ, അതെനിക്ക് ശരിയായല്ലോ, ഇത് നന്നായല്ലോ എന്ന് പറയുമ്പോൾ. സോ പ്രായമൊന്നുമില്ല ടു ബി ലുക്ക് ബ്യൂട്ടിഫുൾ. നമ്മളുടെ സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ് വാട്ട് യു ഫീൽ ഇൻസൈഡ് വിൽ ബി എ റീചാർജ് പോലെയാണ് നമുക്ക്. സോ നമുക്ക് എനിക്കിത് വേണം തോന്നിയാൽ ഏത് ചെറിയ റേറ്റിലും ഞാൻ ചെയ്തു തരാം. ബിക്കോസ് ഐ ബിലീവ് ബ്യൂട്ടി ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്. ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് സ്കിൻ ആൻഡ് ഗുഡ് ന്യൂട്രീഷൻ. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജീവിതകാലത്തിൽ പറ്റാത്ത ഡയറ്റും ഇതെല്ലാം ഐ വോണ്ട് സേ. നോർമലായിട്ട് 4 ഇഡ്ഡലി കഴിക്കുമ്പോൾ 2 ഇഡ്ഡലി കഴിച്ചു. ദിസ് ഈസ് ഹൗ ഐ ഡു. അല്ലാതെ നീ സോസേജ് കഴിക്കും. സോ എനിത്തിങ് ഫ്രം മീ എക്സ്പെക്ട് പ്രാക്ടിക്കലായിട്ട്. അതായത് നിങ്ങൾക്ക് എല്ലാ കാലത്തും പറ്റും എന്നുള്ളത്. പിന്നെ അപ്പോഴപ്പോഴായിട്ട് ചീറ്റ് ഡേയ്സ് കൊടുക്കും. അതായത് എല്ലാ മനുഷ്യനും ഒരു ആഗ്രഹം കാണും ബിരിയാണി കഴിക്കണം. ഓക്കെ, അത് ഒരു ദിവസം സൺഡേ ചലോ എല്ലാം കഴിച്ചു. ഓക്കെ, സോ ലൈക്ക് ദാറ്റ്. സോ ബ്യൂട്ടി ഈസ് നോട്ട് ഫാർ അവേ ലൈക്ക് ദാറ്റ്. അവർ അവിടെ മേളിലിരിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർക്കും ബ്യൂട്ടി ഇഷ്ടമാണ്, അത് വേണം. ആൻഡ് ഐ എം ദെയർ ഫോർ യു. മാക്സിമം ഐ വിൽ ട്രൈ വിത്ത് ദ അഫോർഡബിൾ പ്രൈസ് റേറ്റിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ. സോ ബി വിത്ത് മീ. I am with you always and have a very beautiful life. Okay, feel the moments with Dr. Sweetie ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വ്യൂവേഴ്സ്, കോളേഴ്സ്, മെസ്സേജ് അയച്ചവർക്കൊക്കെ നന്ദി. താങ്ക് യു.